Good evening, everyone. Good evening. Welcome back to Physics Wala. Good evening. Good evening. Hello. Game over. എന്നെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എല്ലാം ക്ലിയർ ആണോ? എന്താണ് ഗൈസ്? കാണുന്നുണ്ടോ? എവിടെ? ഓക്കെ, വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ என்ன பண்றது? കാണുന്നുണ്ട് മിസ്. മാം റിപ്പീറ്റഡ് ബാച്ച് ഫീസ് എത്രയാണ്? മക്കളെ നിങ്ങളെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നതാണ് അതിനെ കുറിച്ചിട്ടൊക്കെ ശിവാനി. ഓക്കെ, നമ്മൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. മാമിന് നമ്മൾക്ക് നീറ്റ് കഴിഞ്ഞിട്ടാണ് അതിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. കറക്റ്റ് ഓക്കെ ആണോ? മിസ്സിനെ കാണുന്നുണ്ടോ? എല്ലാം സെറ്റ് ആണോ ഗൈസ്? വന്നവരൊക്കെ എനിക്കൊരു ഗുഡ് ഈവനിങ് തന്നെ. ഒരു ഗുഡ് ഈവനിങ് തന്നെ. നമ്മൾ പവർ പാക്ക് ആയിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചോടാ, ഡിന്നറൊക്കെ കഴിച്ചിട്ടല്ലേ വന്നിരിക്കുന്നത്. 11 മണിക്കുള്ളിൽ നമ്മൾ ഈ സെഷൻ തീർക്കണം. അതാണ് മിസ്സിന്റെ അജണ്ട. അപ്പൊ മക്കളെ, നമുക്ക് അറിയാം നിങ്ങൾക്ക് ഈ സെഷൻസിൽ ഉണ്ടാകുന്ന എല്ലാ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ കിട്ടും? നമ്മുടെ ആപ്പിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സ് എല്ലാം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ എവിടെയാണ് കിട്ടുന്നുണ്ടാവുക? ക്ലാസ്സും എല്ലാം എവിടെ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്? യു വിൽ ബി ഗെറ്റിംഗ് ഇൻ ദ ആപ്പ്. Okay, shall we start our first session? വേഗം വന്നേ, ഓടി വാ ഗൈസ്. ഗുഡ് ഈവനിങ് മീനാക്ഷി. ഹലോ, ഗുഡ് ഈവനിങ്. മിസ്സേ, എന്തിനാ മിസ് 8 മണിക്കൊക്കെ വെച്ചെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല നിങ്ങൾ. 11 മണി വരെ നമ്മൾ ഫുൾ പവറായിട്ട് നിൽക്കുമായിരിക്കും. ദേവുമോൾ ഗുഡ് ഈവനിങ്. ബാക്കിയുള്ളവർക്ക് ഓടി വന്നേ. ഒരൊറ്റ മിനിറ്റ് മക്കളെ. എല്ലാം സെറ്റ് അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മക്കളെ. ഓക്കെ, വെരി ഗുഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. കറക്റ്റ് ഓപ്ഷൻ തന്നിട്ട് നമ്മൾ ആക്സലിനാണ് നമുക്ക് തന്നിരിക്കുന്നവയിൽ കറക്റ്റ് ഓപ്ഷൻ ആണ് മാം ഈ നീറ്റ് രജിസ്റ്റർ നെക്സ്റ്റ് ഇയർ ഞാൻ എഴുതാമെന്ന് വിചാരിക്കുന്നത്. വെരി ഗുഡ്. ഗുഡ് ഈവനിങ് ഗൈസ്. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. സോ ചൂസ് കറക്റ്റ് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. ആ പെർട്ടിക്കുലർ കോമ്പൗണ്ട് there are 0 tertiary carbon and tertiary hydrogen present. ടെർഷ്യറി കാർബൺ എന്ന് പറയുന്നത് പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? ഇവിടെ 2 എണ്ണം ഇല്ലേ? ഇത് 2 എണ്ണം എന്താണ് ഗൈസ്? ഇത് 2 എണ്ണം എന്താണ്? ടെർഷ്യറി കാർബൺ അല്ലേ മക്കളെ? ടെർഷ്യറി കാർബൺ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് കറക്റ്റ് അല്ല. കറക്റ്റ് ഓപ്ഷൻ ആണ് പറഞ്ഞത്. ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ല. there are 4 സെക്കൻഡറി കാർബൺ പ്രസന്റ് ഉണ്ട്. 4 സെക്കൻഡറി കാർബൺ ആണ് അവിടെ ഉള്ളത്. ബാക്കിയൊക്കെ സെക്കൻഡറി അല്ലടാ. 1 2 3 4 5 6 7 8 സെക്കൻഡറി കാർബൺ ആണ്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ഇനി there are 8 സെക്കൻഡറി ഹൈഡ്രജൻ. ദാറ്റ് ഇസ് റൈറ്റ് അല്ലേ? ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. ഓരോ എന്താ സെക്കൻഡറി ഹൈഡ്രജൻ എന്ന് പറയുന്നത്? സെക്കൻഡറി കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജനെയാണ് സെക്കൻഡറി ഹൈഡ്രജൻ എന്ന് പറയുന്നത്. മൊത്തം 8 സെക്കൻഡറി കാർബൺ ഉണ്ട്. അപ്പൊ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ? കാരണം ഓൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് അല്ലേ? അപ്പൊ 8 എന്തുണ്ട്? സെക്കൻഡറി ഹൈഡ്രജൻ ഉണ്ട്. സോ വിച്ച് വൺ ഇസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ 3 is the correct answer. ഓപ്ഷൻ 3 ആണ് കേട്ടോ. യെസ്. മനസ്സിലായില്ലേ എങ്ങനെയാന്നുള്ളത്? ഹായ് ഹേമാനന്ദ്. ഹായ് ഹേമാനന്ദ്. ഗുഡ് ഈവനിങ്. ഓപ്ഷൻ 3 is the correct answer. Next question. IUPAC name of, you have given the compound തന്നിട്ടുണ്ട്. ഇത് ഓഫ് ആണ് കേട്ടോ. ഇത് ഓക്സിജൻ അല്ലേ, ഇത് ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ട് തന്നിട്ടുണ്ട്. അതായത് OH ഗ്രൂപ്പ് ഉണ്ട്, COH ഗ്രൂപ്പ് ഉണ്ട്. നമുക്കറിയാം we have to give importance to the COH ഗ്രൂപ്പ്. സോ നെയിമിംഗ് എന്ന് പറയുന്നത് 1 2 എന്ന രീതിയിലേക്കായിരിക്കും നടക്കുന്നുണ്ടാവുക. സോ എന്താ രണ്ടാമത്തെ സ്ഥാനത്ത് OH എന്ന് പറയുന്നത് പാരന്റ് ചെയിനിൽ OH എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, അതായത് നമ്മുടെ സെക്കൻഡറി ആയിട്ടുള്ളത് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് പറയാ? ഹൈഡ്രോക്സി എന്നായിട്ട് പറയാം. അപ്പൊ രണ്ടാമത്തെ സ്ഥാനത്ത് ഹൈഡ്രോക്സി ഉണ്ട്. നമ്മൾ ഇതിനെന്താ പറയാ? ബെൻസോയിക് ആസിഡ് അല്ലെ? 2-hydroxy benzoic acid എന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. I hope that is clear. Next one, which of the following compound contains sp hybridization ആണ് കേട്ടോ മക്കളെ. sp hybridization ഏതിനാണെന്നാണ്? ഇത് C ട്രിപ്പിൾ ബോണ്ട് എന്ന, ഇത് ഡബിൾ ബോണ്ടാ. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട്. which is the correct answer? ഓപ്ഷൻ 2.
ഇതിനൊന്നും ഒരിക്കലും സമയം കളയരുത് കേട്ടോ. ഇതിനൊന്നും നമ്മൾ ഒരു നിമിഷം പോലും കളയരുതേ. Okay, next question. Okay, the correct stability order of the following carbocation. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കാർബോകാറ്റയോണിന്റെ സ്റ്റെബിലിറ്റി ഓർഡർ ആണെന്ന് പറയുന്നത്. നമുക്കറിയാം റെസോണൻസ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ലോൺ പെയേഴ്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റെബിലിറ്റി കൂടുന്നത്. ഇവിടെ ലോൺ പെയേഴ്സ് ഉണ്ട്, ഇവിടെ ലോൺ പെയേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഏറ്റവും കുറവ്, ഞാൻ കുറവെന്ന് വരാണ് കേട്ടോ, നീ ശ്രദ്ധിക്കാം, ഞാൻ കുറവെന്ന് വരുവാണെങ്കിൽ ഏറ്റവും കുറവ് വരുന്നത് ഡി ആയിരിക്കും അല്ലെ. ഏറ്റവും കുറവ് വരുന്നത് ഏതായിരിക്കും? ഡി ആയിരിക്കും. ഡി ആയിരിക്കും ഏറ്റവും കുറവ് വരിക. പിന്നെ വരുന്നുണ്ടാവുക ഏതായിരിക്കും മക്കളെ? ഏറ്റവും കുറവ് വരുന്നുണ്ടാവുക ഡി ആയിരിക്കും. ഡി ഇസ് ലെസ്. പിന്നെ ഏതായിരിക്കും വരുന്നുണ്ടാവുക? പിന്നെ വരുന്നുണ്ടാവുക ഇ ആയിരിക്കും. പിന്നെ വരുന്നുണ്ടാവുക സി ആയിരിക്കും. ഇതാണ് CED എന്ന് പറയുന്നത് ഉറപ്പുള്ള സാധനം. അതെന്താ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ എന്നാണ്. ഈ ഇൻ ബിറ്റ്വീൻ ദീസ് ടു, ഇത് രണ്ടും NHഉം ഓക്സിജനും ആണ്. രണ്ടും ലോൺ പെയേഴ്സ് ഉണ്ട്. അതായത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതിനാണ്, അതായത് നമ്മുടെ നൈട്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ്. സോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാകുമ്പോൾ ആ ലോൺ പെയേഴ്സിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി എന്ന് പറയുന്നത് കുറവാണ് അല്ലെ. ഓക്സിജനും നൈട്രജനും കമ്പയർ ചെയ്യുമ്പോൾ ദ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് നൈട്രജൻ ഇസ് ലെസ്. So they won't be attaching the lone pair towards himself. അപ്പോൾ കുറച്ചുകൂടി ഡൊണേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. which means B will be greater than A അല്ലെ. BACED എന്നുള്ള ഓർഡർ ആയിരിക്കും വരുന്നുണ്ടാവുക. ഓപ്ഷൻ 2 is the correct answer. ഓപ്ഷൻ 2 is the correct answer. Very good. Why D is less? D എന്തുകൊണ്ടാണ് ലെസ് ആയത്? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്രൈമറി ആണ്. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് സെക്കൻഡറി ആണ്. പിന്നെ ഇത് വന്നിട്ട് ഡബിൾ ബോണ്ടിന്റെ അടുത്ത് കിടക്കുന്നതല്ലേ, അതുകൊണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ആണ്. അതായത് CH3Cl in the presence of lithium, CuI C2H5I എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. CH3COK in the presence of electrolysis. അപ്പൊ തന്നെ നമുക്കറിയാം ഫോൾസ് ഇലക്ട്രോലൈസിസ്. ഇവിടെ ഇലക്ട്രോലൈസിസ് തന്നിട്ടുണ്ട് അല്ലെ. CH3Br in the presence of sodium triether എന്ന് പറയുന്നത് വൂട്ട്സ് റിയാക്ഷൻ ആണ്. CH3Cl in the presence of AlCl3 എന്നത് ഫ്രീഡൽ-ക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. സോ വി കൻ സേ ദാറ്റ് B gives P എന്ന് പറയുമ്പോൾ തന്നെ ഈ രണ്ട് ഓപ്ഷനും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ തന്നെ C gives R എന്ന് പറയുമ്പോൾ തന്നെ we can choose option 4. Talk English ma'am. മക്കളെ, Hemant, this is actually a Malayalam channel now, so I will try to speak in English also, but we will be giving more importance to the Malayalam. Okay, clear ano? Is it clear? So these are the particular match the following. I hope this is clear. Okay, next question. ഞാൻ കുറച്ച് ഫാസ്റ്റിലാണ് പോകുന്നത്, ബിക്കോസ് നിങ്ങൾക്ക് തന്നെ അറിയാം, അതായത് 8 മുതൽ 11 മണി വരെയാണ് ടൈം തന്നിരിക്കുന്നത് നമ്മുടെ ലൈവിന്റെ സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ എയിം ആയിട്ട് വരുന്നത്. സോ ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് പോകുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, കോറി ഹൗസ് ആക്ച്വലി ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോറി ഹൗസ് ആക്ച്വലി സിലബസിൽ ഞാൻ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ റയാൻ, കാരണം ഒരേ ഒരു ഓപ്ഷൻ അല്ലേ വരുന്നുള്ളൂ. ഓക്കെ, സിലബസിൽ ഇല്ലാത്തതാണ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമല്ലോ. ദ മേജർ പ്രൊഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഇൻ ദ റിയാക്ഷൻ, തന്നിരിക്കുന്ന റിയാക്ഷനിലുള്ള മേജർ പ്രൊഡക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഹാവ് ഗിവൺ യു ദ പെർട്ടിക്കുലർ കോമ്പൗണ്ട് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് H മീൻസ് സൺലൈറ്റ്. എന്തായിരിക്കും ഇതിന് മേജർ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക? ഇത് ഏത് റിയാക്ഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക? എന്ത് റിയാക്ഷൻ ആയിരിക്കും അണ്ടർഗോ ചെയ്യുന്നുണ്ടാവുക? ദിസ് ഇസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം അല്ലെ. ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസത്തിൽ നമ്മുടെ Cl2 വെച്ചിട്ടാണ് പഠിച്ചിരിക്കുന്നത്. ഇവിടെ Br2 വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ദിസ് ഇസ് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആൻഡ് ദേ ആർ അണ്ടർഗോയിങ് we studied about the Cl2, but here it is Br2 and Br2 is more selective. Br2 എന്ന് പറയുന്നത് കുറച്ചുകൂടി സെലക്റ്റീവ് ആണ്. സോ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, we know the tertiary, secondary, primary എന്ന രീതിയിലേക്കായിരിക്കും അഡീഷൻ വരുന്നുണ്ടാവുക. ഇവിടെ ഏതിലായിരിക്കും അഡീഷൻ വന്നിട്ടുണ്ടാവുക? Br എന്ന് പറയുന്നത് going to be added in this particular point. Clear ആണോ? ഓപ്ഷൻ C is the correct answer. Yes മക്കളെ, ഓപ്ഷൻ C is the correct answer. Very good children, very good. Next question, major product of the following reaction ആണ്. അതായത് CO നമുക്കൊരു ആൽക്കഹോൾ തന്നിട്ടുണ്ട്. ഈ ആൽക്കഹോളിൽ concentrated H2SO4 we are adding, and concentrated H2SO4 we are adding means we can understand that the OH that is actually elimination reaction. Okay, this is actually elimination reaction. And you can understand that the elimination reaction will be having the formation of the carbocation. So my dear students, I need the answer for this. ഇവിടെയാണ് എല്ലാവർക്കും തെറ്റ്. I have told you in the previous class about the ring expansion and ring contraction.
ഒരു 2 ക്ലാസ് മുമ്പത്തെ ക്ലാസ്സിന് ഞാൻ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ റിംഗ് എക്സ്പാൻഷനെ റിംഗ് കോൺട്രാക്ഷനെ കുറിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് C4 ആയിട്ട് നിൽക്കുന്നത് C3 ആവണതും അല്ലെങ്കിൽ C5 ആയിട്ടുള്ളത് C6 ആവണതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചിരുന്നു. അതൊന്ന് ജസ്റ്റ് യെസ് ഞാൻ പഠിപ്പിച്ച മക്കൾക്ക് ഇത് കിട്ടുന്നുണ്ട് അല്ലേ? ശ്രദ്ധിക്കാം മക്കളെ. അതായത് അത് ഞാൻ പെർട്ടിക്കുലർലി ഞാൻ നിങ്ങൾക്ക് അന്നത്തെ ഇതിൽ ഞാൻ എടുത്തിരുന്നു. ആ ക്ലാസ് ഒന്ന് പോയി കാണുക കേട്ടോ. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. They have given in the presence of concentrated H2SO4. So you know that they will be forming of course they will be going to form the carbocation. So they will be forming the carbocation and this is going to be the particular carbocation. Now what happens means when there is a ring, okay, 5-membered ring ഉണ്ട്. അതിന്റെ ഈ റിങ്ങിനകത്തല്ല മണ്ടമേലെ ഇവിടെ ഒരു കാർബോകാറ്റോൺ ആണെങ്കിൽ റിംഗ് എക്സ്പാൻഷൻ നടക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് 2 തരത്തിലാണ് മിസ്സിന്, അത് അത്രയും ഇൻഡെപ്തായിട്ട് പറയാനുള്ള നേരമില്ല. ഇങ്ങനെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, നോട്ട് ഇൻ ദ പെർട്ടിക്കുലർ റിംഗ്. ഈ റിംഗ് ആയിട്ടുള്ള 5-membered ആയിട്ടുള്ള റിംഗിൽ കാർബണിൽ പോസിറ്റീവ് ചാർജ് അല്ല, മണ്ടമേലെ അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിൽ അവിടെയാണ് കാർബൺ ഉള്ളത് എന്നുണ്ടെങ്കിൽ, കാർബണിന്റെ അടുത്താണ് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ they will undergo the ring expansion and C5 will be going to C6. ക്ലിയർ ആവുന്നുണ്ടോ? C5 എന്ന് പറയുന്നത് എന്താണ്? Okay, so C5 is going, yes, Mananda, I will try, okay. C5 will be going to C6. C5 എന്ന് പറയുന്നത് C6 ആയിരിക്കും. എപ്പോഴായിരിക്കും? when this positive charge, when there is another carbon which is substituted, ആ കാർബണിന്റെ മേലെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ. ഇനി സെയിം സിനാരിയോയിൽ തന്നെ C4 എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ. Okay, positive charges on in the particular ring. Okay, so what happens means this is going to be ring contraction. Ring contraction will be happening, that is C4 will be going to C3. Clear ano? So I'm repeating it again. For example, 5-membered ആയിട്ടുള്ള ring ഉണ്ട്. Ringന്റെ മേലെ there is a substitution and in that substitution there is a positive charge. So they will undergo the expansion and they will be going to 5 to 6. And if the particular positive charge is on the ringil ആണെങ്കിൽ they will undergo the contraction and C5 they will be from the C5 they will be going to C4. Clear ആണോ? മാം സ്പാം ആക്കല്ലേ മക്കളെ, കിട്ടും നിങ്ങൾക്ക് ക്ലാസ് കിട്ടും കേട്ടോ. അയ്യോ എന്താ കാണിക്കുന്നേ? അപ്പൊ what is happening means, listen carefully, this is going to have like this. So what happens means e bond will break and this will join a bond and we can say that this is going to be like this. ഞാനത് കുറച്ച് I have taken it is already in depth ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. I guess 2 classes before I have taken that in the in depth. So അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. സോ ഇത് ഇങ്ങനെയാണ് വരിക, ഇവിടെ ആയിരിക്കും പോസിറ്റീവ് ചാർജ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ദെൻ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് എന്താ സംഭവിക്കുന്നുണ്ടാവുക? അഡീഷൻ വിൽ ബി ഹാപ്പനിങ്, I mean double bond will be forming. So option B is going to be the correct answer. Option B. Okay, option B is going to be the correct answer. Okay, this is undergoing ring expansion. C5 to C6 will be going. Adinte but already there was a substituent carbon here. So this carbon will be happening and this is the positive charge which is C1 2 3 4 5 6. ഇങ്ങനെയാണ് 6-membered ആയത്. ഇതിലേക്കാണ് നമുക്ക് E to elimination, normal ആയിട്ടുള്ള elimination is coming. Okay, so this is actually 2 is the correct answer. Okay, clear ആണോ മക്കളെ? ഈ 2 solve 1 road ഞാൻ ബ്ലോക്ക് ചെയ്യേ. ഇങ്ങനെ സ്പാം ആക്കല്ലേ മക്കളെ, സ്പാം ആക്കല്ലേ, don't spam. Channel 8 channel will be starting very soon. Okay, 8 channel will be starting very soon. Okay, so they have given you a compound. This is pH double bond ആണ് മക്കളെ. Actually ഇതെന്തുവാ ഇങ്ങനെ വന്നിരിക്കുന്നേ? Okay, so they have given you the compound in the presence of HOCl. Major ആയിട്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത്. മേജർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So you know that is addition reaction ആണ്, double bond ആയതുകൊണ്ട് തന്നെ P in the presence of HOCl. HOCl the addition reaction നടക്കുമ്പോൾ we can understand that Cl plus is going to be the electrophilic addition reaction will be happening and you know that the positive charge will be happening here, right? അതിന്റെ bond formation എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? because this is benzene, right? This will be more stable. So ഇങ്ങനെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. those who don't know, ഇതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. ഇതിലേക്ക് ഫസ്റ്റ് നമ്മൾ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഫസ്റ്റ് we will be having
OH. Then നമുക്ക് എന്തായിട്ട് ആഡ് ചെയ്യാം? ഇലക്ട്രോഫിലിക് അഡീഷൻ ആണല്ലോ. സോ ആദ്യം ഇലക്ട്രോഫൈൽ ആയിട്ട് Cl plus will be adding and this will be Cl plus will be adding. One second. OH will be adding and here you will be getting CH3. Okay, this is going to be the correct product. So option 2 is going to be the correct answer. Is it there in the NCERT? No. For example, Hemant, that's a very good question. Makle, ഈ ring expansion, ring contraction NCERT il undo choichu kayna? No, that is not there in the NCERT. But let me tell you one thing, my dear students. I guess in the NCERT backside questions now, exercise questions are there now. So in those questions, adil I guess there was any questions like this. Okay, so ring expansion, ring contraction ennu parayunnathu question paper. If the question paper is going to be difficult, if the question paper is going to be very standard high level question paper, probably it will be. So നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു question you can expect it. Okay, option 2 is the correct answer for this. Okay, so better ഒന്ന് refer ചെയ്ത് പോവാ ട്ടോ, just refer and go. Which is the attacking electrophile in the sulfonation of the benzene? Sulfonation of the benzene നമുക്ക് ഏതാണ് അറ്റാക്കിംഗ് ആയിട്ട് വരുന്നത് എന്നാണ്. വെരി ഈസി ക്വസ്റ്റ്യൻ. SO3 ഇതിലൊന്നും നമ്മൾ ഒരിക്കലും ടൈം കളയരുത് കേട്ടോ. H2SO4 നമ്മൾ 2H2SO4 നമ്മൾ അതിൽ ഇലക്ട്രോഫൈൽ എടുക്കേണ്ടതാണ്. SO3 is going to be our electrophile. SO3 ആണ് ഇലക്ട്രോഫൈൽ ആവുന്നത് കേട്ടോ. അതിലേക്ക് ഇതൊരു റിയാക്ഷൻ ചെയ്തിട്ടാണ് വരുന്നത്. Okay, ഇതിനൊന്നും സമയം കളയരുത്. വെരി ഈസി ക്വസ്റ്റ്യൻ. Okay, next question. Give the correct order of the reagent in the following reaction. Listen carefully the question. Okay, benzene തന്നിട്ടുണ്ട് and this benzene is going to be para-ethyl toluene അല്ലെ? para-ethyl toluene ആയിട്ടാണ് മാറുന്നത്. അതായത് we have a CH2 CH3 here and CH3 here. Which is going to be the reagents? You have option 1 2 3 4. വേഗം ഒന്ന് ടെക് 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 ഒന്ന് നോക്കിയേ, ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. റിയേജന്റ് ബെൻസീൻ തന്നിട്ടുണ്ട് അതെന്ന്. ഹേമന്ത്, just check again. No. ZnHB bar and HCl is fine, but again അതെങ്ങനെ ശരിയാവുക? How is it possible? ZnHG bar HN means which reduction it is, which reaction it is actually. First we are undergoing. First നമ്മൾ undergo ചെയ്യുമ്പോൾ ZnHG in the bar HCl എന്ന് പറയുന്നത് that is Clemmensen reaction, right? So അത് നമുക്ക് correct ആയിട്ടുള്ളതാണോ? That is it correct reaction? Yes, Meenakshi, very good. Super കാണാം. Super. അടിപൊളി. അടുത്തത് next one. അടിപൊളി. Super. മക്കളെ, they have given you the benzene. Okay, benzene is given. Now that benzene I have to turn it into what? എന്തിലേക്ക് മാറ്റണം? I have to turn it into this particular compound, right? Para-ethyl toluene. ഇതാണ് my aim, right? How can I do this? Start from the reagents. അതായത് if you are not sure about the answers, or if you are not sure about the questions, or if you are not sure about the answer, എന്ത് ആൻസർ ആണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഐഡിയ എന്ന് പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് ദ ഓപ്ഷൻസ്. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് ദ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇവിടെ CH3 COCl AlCl3 തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ 2-3 ഓപ്ഷൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വർക്ക്. ഇത് COCl നിന്നാണ് നമുക്ക് ചെയ്യുന്നത്, അത് വർക്ക് ആവില്ല. സോ ദിസ് ഇസ് നോട്ട് ദ കറക്റ്റ് വൺ, ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് ഓൾസോ നോട്ട് ദ കറക്റ്റ് വൺ. ഓൾ ഓഫ് ദ കറക്റ്റ് എന്ന് പറയുന്നത് റോങ് ആണ്. Now these two options, listen carefully. CH3 COCl in the presence of AlCl3 means I can see that this benzene is going to be, ഈ ബെൻസീനിലേക്ക് ഞാൻ ആ പെർട്ടിക്കുലർ കോമ്പൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ CH3 COCl in the presence of AlCl3, I'm going to get carbonyl group അല്ലെ? കീറ്റോൺ ആണ് കിട്ടുക. Am I correct? This ketone, now you may understand. ഇവിടെ ഒരു ഡൗട്ട് വരും, മിസ്സേ, there is second reagent Zn in the presence of Hg bar HCl, and here CH3Cl plus ACl3. Now I'm telling this is option B. Option 3 is the correct answer. ഞാൻ അത് എന്താന്നുള്ളതും എന്തുകൊണ്ട് ഓപ്ഷൻ എ അല്ല എന്നുള്ളതും ഞാൻ പറയുന്നത് കേട്ടോ. സോ ZnHg in the bar of HCl എന്ന് പറയുമ്പോൾ ഇതിലേക്ക് COCH3 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? CO is going to be what, my dear students? Hydrocarbon reduction, Clemmensen reduction അല്ലെ? Zn in the bar of Hg എന്ന് പറയുമ്പോൾ again we are adding AlCl3, alkylization. So what will be adding? That will be,
ഇതിന്റെ പാരാ പൊസിഷനിലേക്ക് എന്ത് നടക്കും? CH3 ഗ്രൂപ്പ് is going to be at CH2 CH3. Now you may think in another possibility, ma'am, why can't we choose the option first? COCl in the presence of ACl3 means COCH3 will be coming same as this only, COCH3. Now you can ask, ma'am, first നമുക്ക് ഇത് ചെയ്തൂടെ? ഈ CH3 വെച്ചിട്ട് we can add now to the para group, then we can do the Clemens reduction. No, it's not possible because COCl, COCH3, do you know what is the speciality? They want their electron withdrawing group. They are electron withdrawing group. CH3 that is coming from this particular one. എവിടുന്ന് വരുന്നതെന്ന് അറിയോ? CH3 എന്ന് പറയുന്ന മക്കളെ, അതായത് ഇവിടുന്ന് വരുന്ന ഈ CH3 ഉണ്ടല്ലോ, ദാറ്റ് അത് ഇവിടേക്ക് ആഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് വിഡ്രോയിങ് ഗ്രൂപ്പാ. CH3 എന്ന് പറയുന്നത് വരുന്നത് ഇലക്ട്രോഫൈൽ ആയിട്ടാ. ദിസ് ഹാസ് ടു ബി ന്യൂക്ലിയോഫൈൽ അല്ലെ? ഇവിടെ ഓൾറെഡി ഇലക്ട്രോൺസ് ആകുമ്പോൾ ഇത് വന്ന് അറ്റാച്ച് ചെയ്യോ? ചെയ്യില്ല. അതുകൊണ്ടാണ് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തത്. ഫസ്റ്റ് ക്ലെമൻസ് റിഡക്ഷൻ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? CH3 COCl in the presence of ACl3 വെച്ചിട്ട് COCH3 കണ്ടുപിടിക്കണം. അതിന് ക്ലെമൻസൺ കഴിഞ്ഞതിന് ശേഷമാണ്, ക്ലെമൻസൺ ചെയ്തപ്പോൾ നമുക്ക് ഹൈഡ്രോകാർബൺസാണ് കിട്ടുന്നത്. എന്നാൽ മാത്രമാണ് ഈ CH3 അഡീഷൻ നടക്കുള്ളൂ. Are you getting my point, children? Clear ആണോ? ഇത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് അല്ല തേർഡ് വന്നതെന്ന് മനസ്സിലായില്ലേ? ഓപ്ഷൻ 3 is the correct answer. Okay. Next question. E0A plus, they are given some electron reduction potential തന്നിട്ടുണ്ട്. A ന്റെ എന്ന് പറയുന്നത് 0.5 വോൾട്ട് ആണ്. B എന്ന് പറയുന്നത് 0.2 വോൾട്ട് ആണ്. C plus to C എന്ന് പറയുന്നത് -0.3 ആണ്. D plus പോസിറ്റീവ് ചാർജ് ടു D എന്ന് പറയുന്നത് -0.1 ആണ്. ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. വേഗം കണ്ടുപിടിച്ചേ. വിച്ച് വൺ ഇസ് ദ കറക്റ്റ് വൺ? മക്കളെ 0.5 being ഇത് 0.5 means they are positive value അല്ലെ? പോസിറ്റീവ് വാല്യൂ മീൻസ് they have high എന്തുണ്ട്? SRP വാല്യൂ ഉണ്ട്, സ്ട്രോങ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. വിച്ച് മീൻസ് അതിന്റെ അർത്ഥം എന്താ മക്കളെ? സ്ട്രോങ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ they are easy to reduce ചെയ്യാൻ ഈസി ആണ്, and they are called as oxidizing agent. Am I right? They are called as strongest oxidizing agent. ഇനി now ഇതിൽ ഏറ്റവും കുറവ് വാല്യൂ ഏതിനാ വരുന്നേ? ഒന്ന് നോക്കിക്കേ മക്കളെ, ഇതിൽ ഏറ്റവും കുറവ് വാല്യൂ, ഒരു മിനിറ്റ്, എന്താ പറ്റി? ഇതിൽ ഏറ്റവും കുറവ് വാല്യൂ ഏതിനാ വരുന്നേ? യെസ് മീനാക്ഷി, കറക്റ്റ് ആൻസർ. മീനാക്ഷി സൂപ്പർ കേട്ടോ. ഇതിന് ഏറ്റവും കുറവ് വാല്യൂ C+to C നാ വരുന്നത് അല്ലെ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഏറ്റവും നെഗറ്റീവാ വരുന്നത്, ഏറ്റവും കുറവ് വാല്യൂ ആ വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് ഈസ് ആക്ച്വലി സ്ട്രോങ് റിഡ്യൂസിങ് ഏജന്റാ, റിഡ്യൂസിങ് ഏജന്റ്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കുകയാണ്. ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഇസ് A+. അപ്പൊ തന്നെ നമ്മുടെ ആൻസറിലേക്ക് വന്നു കേട്ടോ. ദിസ് ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓപ്ഷൻ 1 is best reducing agent is D, that is strong. D can displace C+. D cannot. D എന്ന് പറയുന്നത് they cannot displace. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലല്ലേ, so they cannot displace. So this is also wrong. Galvanic cellൽ A and B current flow എന്ന് പറയുന്നത് B to A എന്ന രീതിയിലാണ്, A to B എന്ന രീതിയിലേക്കാണ് നമ്മൾ നോർമൽ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. So option 1 is the correct answer. You shouldn't check for the other options if you got first option as the correct one. Okay, next question. The initial concentration of N2O5 in the following first order reaction. N2O5 is 2NO2 plus half O2, and that is initial concentration. That is, I can say that A0 is given. Okay, A0 is given 1.24 into 10 to the power of -2, and they have given after 60 minutes, which is the time തന്നിട്ടുണ്ട്. And the final after that A is 0.20 into 10 to the power of -2. To calculate the rate constant of the reaction, they have given you ln 6.2. ln ആണ് തന്നിരിക്കുന്നത്, not log. They have given you ln 6.2. So what is the correct answer? What will be the particular equation we will be using? ചെയ്ത് കണ്ടുപിടിച്ചെന്നേ മിസ്സിന്? യെസ് പ്രയാൻ, കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്. അതേഴ്സ് എന്ത് ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? K is equal to 1/T ln A0/A അല്ലേ? യെസ്, സി മക്കളെ, K is equal to 1/T ln A0/A. ഈ ഇക്വേഷൻ അങ്ങ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇസ് വെരി സിമ്പിൾ. A0/A എന്ന് പറയുന്നത് എത്രയായിരുന്നു വാല്യൂ വരുന്നത്? 1.24 ഡിവൈഡഡ് ബൈ ഓക്കെ, അയ്യോ മൊത്തം പോയോ? 1 സെക്കൻഡ്. 0.2. ആക്ച്വലി ഇതൊരു ഡൗട്ട്, ഒരു ഇതുണ്ട് കേട്ടോ. 0.24 ആ വരുന്നേ, 0.24 it is. So that can be 1.24 divided by 0.24 to 10 raised to -2, 10 raised to -2 cut
124 divided by 24 അല്ലേ 124 divided by 24 it is approximately equal to 6.2 which means I can say that 1 by 60 t is equal to 1 by 60 ln 6.2 already 1 by 60 into ln ന്റെ വാല്യൂ എത്രയായിരുന്നു മക്കളെ they have given you 1.824 so 1.824 divided by 60 ഇതിന്റെ മേലേക്ക് വേണമെങ്കിൽ എടുത്തിട്ട് 0. ഇതിങ്ങനെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ 6 into 10 എടുക്കാം ഒരു 10⁻² ആയിട്ട് മേലേക്ക് കൊണ്ടുപോകാം അപ്പൊ 0.1824 ആയിരിക്കും 60 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 304 ആയിരിക്കും 304 വരും 4 പ്ലേസ് കഴിഞ്ഞ് 0 ഇടുമ്പോൾ 0.0304 ഓപ്ഷൻ 2 കിട്ടിയോ you can do it in another way that's what I'm saying മക്കളെ നോക്കി 1.82 കാൽക്കുലേഷൻ ഉറപ്പല്ലേ 6 into 10 ചെയ്യാം (10⁻⁻1 വരും അപ്പൊ 0.1824 divided by 6 means 1824 divided by 6 means 304 okay 0. So we have to take it 4 decimals ഇങ്ങോട്ട് വരണം so it will be 0.0304 I hope this is clear am I moving very fastly ഞാൻ സ്പീഡിൽ പോകുന്നുണ്ടോ മക്കളെ accession ആണ് benzyl chloride undergo SN1 reaction easily with water reason benzyl carbocation is stabilized by the resonance answer പറഞ്ഞേ benzyl chloride undergo SN1 reaction very easily true benzyl chloride എന്താ മക്കളെ ബെൻസൈൽ ക്ലോറൈഡ് കാർബോകാറ്റയോൺ ഫോം ചെയ്യുന്നുണ്ട് അത് വളരെ എളുപ്പമായിട്ടുള്ളതാണ് അസെഷനും റീസണും എന്താണ് ഇവിടെ ശരിയാണ് the reason is the correct explanation yes exactly very good super next question which of the following is a feasible substitution reaction feasible ആയിട്ടുള്ള substitution reactions ആണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇനി അടുത്ത കാര്യങ്ങൾ കേട്ടോ അതായത് സ്വാച്ച് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളത് AgF മാത്രമല്ല Hg2F2 ഉണ്ട് COF2 ഉണ്ട് കേട്ടോ COF2 നീറ്റ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് they will ask you these also okay these are all comes under the category of the Schwarz reaction and you know that Schwarz reaction and Finkelson reaction is SN2 mechanism അല്ലേ അപ്പൊ എന്താ ഇതിന്റെ കറക്റ്റ് ആൻസർ all of this is the correct answer A മാത്രമല്ല ഹേമാനന്ദ് see not only A HgF2 is Schwarz reaction. RCl in the presence of AgF is also Schwarz reaction. RBr in the presence of Ni also all of this. So correct answer will be all of this. Substitution അല്ലേ ചോദിച്ചിരിക്കുന്നത് in which reaction primary alcohol is not obtained തന്നിരിക്കുന്നവയിൽ primary alcohol is not obtained ഏതിലാണ് primary alcohols കിട്ടാത്തെ so you have this particular esters in the presence of lithium aluminum hydride you know that what will be happening reduction undergo ചെയ്യുന്നുണ്ടാവും രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടാവും രണ്ട് തരത്തിലുള്ള ആൽക്കഹോൾസ് നമുക്ക് കിട്ടുന്നുണ്ടാവും and the esters again they are reacting with H2 in the presence of nickel bar heat they also getting the same അല്ലേ റിഡക്ഷൻ ആണ് എസ്റ്റേഴ്സിനെ വെച്ച് ചെയ്യുന്നത് and now CH3CHO ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ബാക്കി ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും ബാക്കി ഒരു ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ ഒരു സംഭവം മാത്രം അറിഞ്ഞു കഴിഞ്ഞാൽ മതി ഇവിടെ നോക്കിക്കേ ഇത് തന്നിരിക്കുന്നത് എന്താ CH3CHO അല്ലെ acetaldehyde is reacting with CH3MgBr right so what is the correct answer okay Hemanand done so what is this is not going to be get you primary this is not going to get the primary alcohol ഇവിടെ കിട്ടില്ല CH3 C double bond OH plus CH3MgBr എന്ന് പറയുമ്പോൾ ഇങ്ങനെയാ കിട്ടുന്നത് is this primary alcohol ആണോ ഓപ്ഷൻ സി വേറൊന്നും ഇവിടെ എന്താ വരുന്നേ ഇത് രണ്ടെണ്ണം വരുമ്പോൾ CH3 CH2OH plus CH3OH വരും ഇനി ET വരുമ്പോഴും ഈ സംഭവം സെയിം സാധനം തന്നെ നമുക്ക് എന്താ പറയുക പ്രൈമറി ആൽക്കഹോൾസ് തന്നെ വരുന്നത് CH3 CH2 OH വരും സോ ദിസ് ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ വെരി ഗുഡ് മീനാക്ഷി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ BH3 ഇൻ ദ പ്രസൻസ് ഓഫ് വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്
അതായത് they have given you an alkene. Alkene are reacting with the BH3 in the presence of THEF, and we are getting a particular X. That X is reacting with the PCl5. Okay, then we are getting Y. You are supposed to find out the Y. You are supposed to find out the Y. നിങ്ങൾക്ക് കാണുന്നില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? എൻ്റെ ലെറ്റേഴ്സ് ചെറുതാണോടാ? ലെറ്റേഴ്സ് ഓക്കെ അല്ലേ? This is anti-Markovnikos rule, right? It is followed by anti-Markovnikos rules. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ എന്താ വരുന്നുണ്ടാവുക? CH3, CH2, CH2OH. When we add the PCl5, CH3, CH2. Yes, Yamanand. Yes, Meenakshi, Muhammad, Rayan. Yes, Rayan. Yes. Very good, Makla. Super. Now, they have given you a product, they have given you a reaction. There is an alcohol in the pair, we can say that 3-methyl methyl but so they are undergoing HPR. So, Markovnikos rule. Now, what is the product? Markovnikos rule means carbocation will be forming, right? മക്കളെ Markovnikos rule ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓക്കെ മിസ്സേ Markovnikos rule അല്ലേ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, OH നെ മാറ്റിയിട്ട് അവിടേക്ക് BR ആഡ് ചെയ്താൽ മതി എന്ന് ആലോചിക്കരുത് കേട്ടോ. They are undergoing carbocation. If carbocation rearrangement is possible, you have to do the rearrangement. Tertiary carbocation നിന്ന് സെക്കൻഡറി കാർബോകാറ്റോണിൽ നിന്ന് ടെർഷ്യറി കാർബോകാറ്റോൺ ആക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും ഷിഫ്റ്റിംഗ് നടക്കണമെങ്കിൽ you have to do the shift. Clear ആണോ? So here listen children, CH3, CH3, CHOH, CH3. Listen carefully. ഇവിടെ ആദ്യം കാർബോകാറ്റോൺ ആണ് കേട്ടോ മക്കൾ ഉണ്ടാവുന്നത്. CH3 ഇത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുന്നുണ്ടാവുക? ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടാവുക? എനി ഐഡിയ? ഈ ഹൈഡ്രജൻ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടക്കുക അല്ലെ. സോ CH3, CH2, CH3 ഇവിടേക്ക് BR വന്ന് ആഡ് ചെയ്യും. which means option 1 is going to be the correct answer. Option 1. Yes, Mohammed. Yes, Devumol, Rayan, Meenakshi. Yes, Rajbal Gopal. Yes. Adipoli. Super da. Super guys, super. Okay. Which of the following method does not give phenol? Phenol തരാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. Which of the following method does not? Yes, hydride shift. Yes, shifting. അതൊക്കെ ആലോചിക്കണം കേട്ടോ മക്കളെ. Which of the following method does not give phenol? Meenakshi, are you guys a repeater? Meenakshi repeater ആണോ അതോ normal 11th 12th non repeater ആണോ? Which of the following method does not give phenol? Phenol തരാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. C6H5 in the presence of NaOH 300 ATM എന്ന് പറയുന്നത് we can say that it is Dow's process അല്ലെ. Dow's process ആണെങ്കിൽ they are getting you phenol. അവിടെ എന്ത് കിട്ടുന്നുണ്ട്? ഫിനോൾ കിട്ടുന്നുണ്ട്. ഇനി ഡീകാർബോക്സിലേഷൻ നടക്കുന്നത് CONA-ലേക്ക്, അവിടെ CO2 മാറിയിട്ട് അവിടേക്ക് എന്താ നടക്കുന്നത്? we are getting phenol. C6H5 MgBr in the presence of H2O. വളരെ എളുപ്പമാണ്. ഇതിലല്ലേ നമുക്ക് ഫിനോൾ കിട്ടാത്തത്. ഇവിടെ ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു NH3 ആൽക്കഹോള് വാട്ടർ ഇഫ് ദേ ആർ ആഡിങ് ടു ദി നമ്മുടെ ഗ്രിഗ്നാർഡ് റിയേഷനിലേക്ക് ആഡ് ചെയ്ത് അവർ എന്താ കിട്ടുന്നത്? ഹൈഡ്രോ കാർബൺസ് ആണ് കിട്ടുന്നത്. സോ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? ഫിനോൾ കിട്ടാത്തത്. ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ് മീനാക്ഷി, ഓക്കെ ഫൈൻ. മാത്സ് ഒരു കൺഫ്യൂഷൻ. ഈ മാറ്റർ, ആറ്റം, എലമെന്റ്, മോളിക്യൂൾ, കോമ്പൗണ്ട് തമ്മിൽ എന്താ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തരുമോ വിത്ത് എക്സാമ്പിൾ? ഈ കൺഫ്യൂഷൻ ഞാൻ ടുവേർഡ്സ് ദ ലാസ്റ്റിലേക്ക് എടുക്കാം കേട്ടോ. ഓക്കെ മീനാക്ഷി, വെരി ഗുഡ്. ക്ലിയർ ആണോ? ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓപ്ഷൻ 4 അല്ലടാ 3 അല്ലേ വരിക. N2Cl ഇൻ ദ പ്രസൻസ് ഓഫ് H2O എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് ഡൈസോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ. ഡൈസോണിയം ക്ലോറൈഡിൽ വരുന്ന റിയാക്ഷനാ. Okay, so they will be giving you the phenol only. Here also second one also phenol because decarboxylation is happening, right? CO2 ആദ്യം പോവും, പിന്നീട് NO പോയിട്ട് അങ്ങനെ decarboxylation ആണ് നടക്കുന്നത്. പിന്നീട് ഈ മേലെ വരുന്നത് Dow's process ആ. ഫിനോളിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ഭയങ്കര ഹൈലി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ്, പ്രിപ്പറേഷൻ മെത്തേഡാണ്. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നീറ്റിൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നതാണ്. ഇവിടെ നോക്കിക്കേ C6H5 MgBr എന്ന് പറയുന്നത് നമ്മുടെ ഫിനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ഗ്രിഗ്നൈറ്റ് റിയേജനിലേക്ക് നമ്മൾ വാട്ടറോ അല്ലെങ്കിൽ ഗ്രിഗ്നൈറ്റ് റിയേജനിലേക്ക് നമ്മൾ അമോണിയോ അല്ലെങ്കിൽ ഗ്രിഗ്നൈറ്റ് റിയേജനിലേക്ക് നമ്മൾ ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ
ദിസ് പെർട്ടിക്കുലർ ബെൻസീൻ. ഐ ഡോണ്ട് നോ റയാൻ, ആക്ച്വലി എനിക്ക് അറിയില്ല. ഞാൻ 2 ദിവസമായി ആളെ കണ്ടിട്ട്, ആളെ കാണുന്നില്ല, ആള് മിസ്സിംഗ് ആണ്. എവിടെയെന്ന് അറിയില്ല. ഹിലാൽ എവിടെയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഹിലാൽ അല്ലെങ്കിൽ എന്റെ ക്ലാസ് മിസ് ചെയ്യാത്ത ആളാണ്. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിയില്ല. 2 ദിവസമായി ആളെ കണ്ടിട്ട്. വിത്ത് കോൺസെൻട്രേറ്റഡ് HBr, ഈഥൈൽ ഫിനൈൽ ഈതർ. ഈഥൈൽ ഫിനൈൽ ഈതർ മക്കളെ, ഈഥൈൽ ഫിനൈൽ ഈതർ എന്ന് ഉദ്ദേശിക്കുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു OH ഗ്രൂപ്പ്, ഒരു ഓക്സിജൻ ഉണ്ട്, പിന്നീട് ഒരു ഈതർ. അതായത് ഞാൻ ഇങ്ങനെ എഴുതരാവേ, CH2 നമ്മുടെ ഫെനിറ്റോൾ ഉണ്ടല്ലോ, അതാണിത്. ഇതിലേക്ക് HBr ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്നതെന്നാണ് ചോദിക്കുന്നത്. HBr ആഡ് ചെയ്യുകയാണെങ്കിൽ, വെരി നൈസ് ക്വസ്റ്റ്യൻ. HBr അതായത് HI നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതേ സെയിം സംഭവം തന്നെ ഇവിടെ. എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ബോണ്ട് ബ്രേക്കിംഗ് CH3OH പ്ലസ് CH3CH2I. ഐ അല്ല കേട്ടോ, അതിന് പകരം ഇവിടെ Br ആണേ. Br. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. യെസ് മക്കളെ, യെസ്. കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ. യെസ്. വെരി ഗുഡ്. സൂപ്പർടാ. നിങ്ങൾ അല്ലെങ്കിൽ അടിപൊളിയാണോ മക്കളെ? ഫിനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോളോഡ് ബൈ NaOH, they are getting A, and that particular A is undergoing acetic hydride ആണ്. ഇത് acetic hydride ആണ്. acetic hydride നമുക്കറിയാം they will be undergoing acetylation ആണ്. ഇത് ആക്ച്വലി നിങ്ങൾക്ക്, ഞാനിവിടെ എനിക്കൊരു റെഫറൻസിന് വേണ്ടി ഞാൻ എഴുതിയതായിരുന്നു. ഞാൻ ഇത് നോക്കുമ്പോൾ ഒറ്റപ്പെട്ട് ഞാനത് മാറ്റിയേക്കാം. ഇത് ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആസ്പിരിന്റെ പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതായത് ആസ്പിരിൻ ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രൊഡക്ഷൻ ആണ്. അത് നിങ്ങൾ, എനിക്ക് തോന്നുന്നു അത് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ എന്താണ് മക്കളെ വരിക? CO2 in the presence of NaOH എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നുണ്ടാവുക? We will be getting, എന്തായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക? ആസിഡ് കിട്ടും അല്ലെ, സാലിസിലിക് ആസിഡ്. ഇതിലേക്ക് അസറ്റിക് ഹൈഡ്രൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ OH അങ്ങ് മാറ്റിയിട്ട് OC ഡബിൾ ബോണ്ട് CH3 വരും. സോ ഓപ്ഷൻ 2 is correct answer. ഓപ്ഷൻ 2. Okay, option 2 is the correct answer. Yes. Clear ആണോ മക്കളെ? ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. Which of the following is most reactive towards the electrophilic substitution reaction? Electrophilic substitution. Yes, hi മക്കളെ, എവിടെയാണ് എല്ലാവരും? Electrophilic substitution reactionsലേക്കാണ്. യെസ് മീനാക്ഷി, യെസ്, സാലിസിലിക് ആസിഡ് ആണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അസലൈസേഷൻ അണ്ടർഗോ ചെയ്ത് ആസ്പിരിൻ ആണ് കിട്ടുന്നത് കേട്ടോ. ആസ്പിരിന്റെ പ്രൊഡക്ഷൻ ആണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്, ചെയ്ത് നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് മോസ്റ്റ് റിയാക്റ്റീവ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ? ESRലേക്ക് കൂടുതൽ ഏതാണെന്നാ ചോദിക്കുന്നത് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. യെസ്, കറക്റ്റ് ആൻസർ. മക്കളെ ഇത് OH ആണ്, ഇവിടെ Cl ആണ്. നമുക്കറിയാം ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇലക്ട്രോഫൈൽ ആണ് പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ആവുന്നത്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ്. അത് പോയിട്ട് ബെൻസീനിലേക്ക് പോകണമെങ്കിൽ ബെൻസീൻ എന്തായിരിക്കണം? ഹൈലി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ്, എന്നാലാണ് ഒരു ഇലക്ട്രോഫൈൽ കൂടുള്ളൂ. അപ്പൊ ഇവിടെ OH ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇത് -I എഫക്ട് ഉണ്ട്, അതേപോലെ +M എഫക്റ്റും ഉണ്ട് ഡ്യൂ ടു ദ ലോൺ പെയർ. യു നോ ദാറ്റ് വെനെവർ ഇറ്റ് ഇസ് +M and -I, +M മാത്രമാണ് ഹൈ ആയിട്ട് വരുന്നുണ്ടാവുക, വിച്ച് മീൻസ് അത് ഇലക്ട്രോൺസ് കൊടുക്കുന്ന സ്പീഷീസ് ആണ്. ഓക്കെ, അപ്പൊ ഇലക്ട്രോഫൈൽ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. ഇനി ഇവിടെ Cl ആണെങ്കിൽ നമുക്കറിയാം Cl-നും ലോൺ പെയർസ് ഉള്ളതുകൊണ്ട് തന്നെ +M ഉണ്ട് -I ഉണ്ട്. പക്ഷേ സിൻസ് ഇറ്റ് ഇസ് Cl, ഇവിടെ മാത്രം ഒരു എക്സെപ്ഷൻ കേസ് ആണ്. +M ആവില്ല, -I ഗ്രൂപ്പ് ആയിരിക്കും. -I ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺസ് എന്താ ചെയ്യുന്നത്? എടുക്കുകയാണ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ബെൻസിന് ഇലക്ട്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോഫൈൽ വന്നോട് അറ്റാക്ക് ചെയ്യോ? ഇലക്ട്രോഫൈൽ ഓൾറെഡി ഇലക്ട്രോൺ ഇല്ലാതെ വരുന്നത്, അപ്പൊ എങ്ങനെ വന്ന് അറ്റാക്ക് ചെയ്യില്ല. ഇനി ഇവിടെയും +I എഫക്റ്റ് ആ വരുന്നത്, CH3 ആണ്. CH3 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഓഫ് കോഴ്സ് എന്താ വരുന്നത്? -M എഫക്റ്റും വരുന്നുണ്ട്, -I എഫക്റ്റും വരുന്നുണ്ട്. സോ ഇതിന്ന് ഇലക്ട്രോൺസ് എടുക്കുക ചെയ്യുന്നത്. സോ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ രണ്ട് ഓപ്ഷനും കറക്റ്റ് അല്ല. ബിറ്റ്വീൻ ഇത് +M ആണ്, +I ആണ്. ഏറ്റവും കൂടുതൽ +M എഫക്റ്റ് ആണോ +I എഫക്റ്റ് ആണോ? +M എഫക്റ്റ് ആണ്. സോ ഫിനോളിലേക്ക് ആയിരിക്കും ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അത്രയും ഹൈലി ആയിട്ട് ഉണ്ടാവുക. ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which accession A, that is benzaldehyde, is less reactive than the propanol in nucleophilic addition reaction? Okay, അതായത് നമുക്ക് തന്നിരിക്കുന്ന ബെൻസാൽഡിഹൈഡ് തന്നിട്ടുണ്ട്, അതേപോലെ പ്രൊപ്പനാളും തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ലെസ് റിയാക്റ്റീവ്. ബെൻസാൽഡിഹൈഡ് ആണ് കുറവ് റിയാക്റ്റീവ് എന്നാണ് പറയുന്നത്. ബിക്കോസ് polarity, that is electrophilic nature of the carbonyl group in benzaldehyde is decreases.
ആണോ അല്ലയോ എന്നാണ് ചോദ്യം. അതായത് both assertion and reason are true, R is the correct explanation of the A. Both assertion and reason are true, R is not the correct explanation of A. A is true but R is false. Yes, Meenakshi, correct answer. Others. മക്കളെ ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത് C∏ CHOയും അതേപോലെ തന്നെ CH3 CH2 CHO ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് എം എഫക്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. നമ്മുടെ ഒരു ഇലക്ട്രോഫിലിക് നമ്മൾ എന്താ സൂചിക്കുന്നത്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആ വരുന്നത്. ലിസൺ കെയർഫുള്ളി. ന്യൂക്ലിയോഫൈൽ ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ഈ കാർബണിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ കാർബൺ എന്തായിരിക്കണം, ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നെഗറ്റീവ്. അപ്പൊ കാർബൺ എന്തായിരിക്കണം, പോസിറ്റീവ് ചാർജ് ആയിരിക്കണം. അതായത് ഇലക്ട്രോൺ റിച്ച് അല്ലാതെ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആയിരിക്കണം. ഇവിടെ ഈ പ്ലസ് എം എഫക്ട് ആകുമ്പോൾ ഈ റിംഗ് ഉണ്ടല്ലോ, ഈ ഫിനൈൽ റിംഗ് എന്ന് പറയുന്നത് കാർബണിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുന്നത്. കാർബണിലേക്ക് ഇലക്ട്രോൺ കൊടുക്കുക ചെയ്യുക, ഇലക്ട്രോൺ കൊടുക്കാതിരിക്കുക വേണ്ടതേ. കാർബൺ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആകുമ്പോഴാണ് കൂടി വന്നിട്ടുള്ള ഒരാൾ വന്നിട്ട് ആഡ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ കാർബണിലേക്ക് എന്താ സംഭവിക്കുന്നത്, ഫിനൈലിന് ഇലക്ട്രോൺസ് കൊടുക്കുക ചെയ്യുന്നത്. സോ വാട്ട് വിൽ ബി ഹാപ്പനിങ്, എന്താ സംഭവിക്കുക, അതിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് കുറയും. നേരെ മറിച്ച് ഇവിടെ പ്ലസ് ഐ എഫക്ട് ഉണ്ട്, പ്ലസ് ഐ എഫക്ട് തന്നെയാണ് ഇവിടെയും വരുന്നത്, പക്ഷെ കമ്പാരിറ്റീവ്ലി കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ ആണോ? ഹായ് ഹിലാൽ. ഇപ്പൊ ഹിലാലിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഉള്ളൂ. ഹിലാലിനെ കുറിച്ച് ഇത് എന്റെ ക്ലാസ് ഡെയിലി കാണുന്നവർക്ക് ഒരു പുതിയൊരു ഇൻഫോർമേഷൻ മിസ് തരാട്ടോ. അതായത് ഹിലാൽ ഇസ് നോട്ട് എ മലയാളി. He is not a Malayali. He is from, if I'm not from Jammu Kashmir, right Hilal? ആരെന്റെ ചോദിച്ചില്ലേ, രാജ എന്റെ ക്ലാസ്, അതായത് റയാൻ എന്റെ ചോദിച്ചില്ലേ വേർ ഈസ് ഹിലാൽ എന്ന്. ഐ കെയിം ടു നോ അബൌട്ട് ഇറ്റ്. റയാൻ എനിക്ക് 2 ദിവസം മുന്നേ എനിക്ക് മനസ്സിലായി ഹിലാൽ മലയാളി അല്ല എന്നുള്ളത്. പക്ഷെ ആൾക്ക് മലയാളം മനസ്സിലാവുന്നുണ്ട് അത്രേ. എനിക്ക് ഭയങ്കര അതിശയായി പോയി. നോർത്ത് ഇന്ത്യ അവിടെ ആ ഹൈറ്റിലുള്ളതല്ലേ, ഐ മീൻ ആ ഒരു തെറ്റത്തുള്ള ആൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്, പിന്നെ ആ ഒരു തെറ്റത്തുള്ള ആളെന്റെ ക്ലാസ് കാണുന്നുണ്ടെന്ന്. ഒന്ന് ആലോചിക്കുക, അവിടെ കിടക്കുന്ന ആളാണ്. He is from that side, Jammu Kashmir, and he is watching my class here. So I was like, okay, what is happening? Okay, next question മക്കളെ, acetaldehyde on reaction with semi-carbazide. അതായത് semi-carbazide ആയിട്ട് acetaldehyde റിയാക്ട് ചെയ്യാണ് മക്കളെ. semi-carbazide ഇക്വേഷൻ എന്നാ പറയുന്നത്. ഫോർമുല എന്താ അതിന്റെ? I knew it from the beginning. Oh, you guys know it. Okay, fine, then I am the one who don't know it. NH2 CO NH2 അല്ലേ? ഇതിലേക്ക് CH3 C ഡബിൾ ബോണ്ട്, ഇതാണ് അസെറ്റാൽഡിഹൈഡ്. എന്താ സംഭവിക്കുക മക്കളെ, ഈ NH2 എന്നുള്ളത് ഞാൻ കുറച്ച് വൃത്തിക്ക് എഴുതി തരാം കേട്ടോ. NH2 എന്താ സംഭവിക്കാം, ഇവിടെ നിന്ന് വാട്ടർ റിമൂവ് ആയിട്ട് പോയിട്ട് H2 ആയിട്ട് പോകും. ബാക്കിയുള്ള സാധനങ്ങൾ ജോയിൻ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ 3 is the correct answer. ഓപ്ഷൻ C, 3 ഓപ്ഷൻ. You should be proud of your teaching. I am actually proud. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി. I was actually proud. I was thinking, I was so happy that whole day because I thought, okay, someone from the north or that point of earth, the place I want to visit. എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ നിന്ന് ക്ലാസ് തന്നെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, മനസ്സിൽ ഇടപെട്ടി. യെസ്, ഓപ്ഷൻ C is the correct answer, right? അല്ലേ? Yes, Meenakshi, correct answer. Yes. Very good, makle. Next one, reaction between the benzaldehyde and acetophenone, presence of dilute NaOH. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരിക. അതായത് ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. എനിക്കറിയാം ഇതിന്റെ ആൻസർ കുറച്ച് പേര് പറയുന്നുണ്ടായിരിക്കുന്നത് ബെൻസാൽഡിഹൈഡിന് ആൽഫ ഹൈഡ്രജൻ ഇല്ല. ഓക്കെ, എന്നാൽ അസറ്റോഫിനോണിന് എന്തുണ്ട്, ആൽഫ ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ക്രോസ് ആൽഡോൾ കണ്ടൻസേഷൻ ആണോ, ആൽഡോൾ കണ്ടൻസേഷൻ ആണോ, കാനിസാരോ റിയാക്ഷൻ ആണോ, ക്രോസ് ആൻസാരോ റിയാക്ഷൻ ആണോ എന്ന് കണ്ടുപിടിച്ചിട്ട് വരിക കേട്ടോ. ഏ ഓപ്ഷൻ ആണോ ആലോചിച്ച് പറയാട്ടോ. ആലോചിച്ചത് ഹോംവർക്ക് ആണ്, ചെയ്തിട്ട് വരിക കേട്ടോ മക്കളെ. ഹോംവർക്ക് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RCH2COH in the presence of X2 bar red phosphorus followed by the water, X can be chlorine, bromine and all. We are getting an equation. This is a direct question. എന്താണ് ഈ റിയാക്ഷന്റെ പേരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നോർമൽ ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് സിലബസിലും NCERTയിലും we are studying this, right? Tell me what is the answer for this? What is this question? എന്താ ആൻസർ മക്കളെ? Yes, HV said. Yes, HV said reaction. Hell-Volhard-Zelensky reaction. Yes. Next one,
COH, you have an benzoic acid bromine വെച്ചിട്ടുള്ള ഒരു product, I mean ഒരു compound ഉണ്ട്. Then they have added that SOCl2 in that. എന്നിട്ട് അതിനെ അമോണിയ വെച്ച് ഹീറ്റ് ചെയ്തു. എന്റെ പൊന്നി, എന്നിട്ട് ആ സിയിലേക്ക് we are adding again NaOH in the presence of Br2 and we are getting D. You are supposed to find out the D. Come on, quick, find it out. Very good. Hilal, correct answer. Meenakshi, correct answer. ഇതിന്റെ ആൻസർ തന്നെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. യെസ്, വെരി ഗുഡ് മക്കളെ. അടിപൊളി. സൂപ്പർ. COOH in the presence of SOCl2, we know that OH will be replaced with the chlorine. COCl അതിലേക്ക് NH3 heat ചെയ്യുമ്പോൾ we can say that they will create CONH2. amide കിട്ടും. amide നിന്ന് വീണ്ടും NaOH. we know that we will be getting 1 carbon less, which means NH2Br. what is the correct answer? ഞാനത് മേലെ എഴുതിയുള്ളൂ, ഇവർ വേറെ തന്നോന്നല്ലോ കേട്ടോ. യെസ്, ഹാപ്പി ബർത്ത്ഡേ റിയാക്ഷൻ. HBD. യെസ്, HBD. മെറ്റ ബ്രോമോ aniline കിട്ടും. യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. You have get an aniline when they react with a Br2 in the presence of water. You know that aniline is super active ആയിട്ടുള്ള ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പ് ആണ്. So what we will be getting when this aniline is a easy question അല്ലേ? എന്താ കിട്ടുന്നുണ്ടാവുക? ഓർത്തോ പാര അല്ലെ, 246 ട്രൈ ബ്രോമോ aniline കിട്ടും. ബെൻസോയിൽ ക്ലോറൈഡ്. യെസ്, മുമ്പത്തെ ക്വസ്റ്റ്യൻ. യെസ്, ബെൻസമൈഡ് അമൈഡ് കിട്ടും and that will be going to the aniline. Option 2. Yes, very good children, very good. Super. നിങ്ങളല്ലെങ്കിലും സൂപ്പർ ആടാ മക്കളെ. List 1 and list 2, you have the pyroxene, which is ascorbic acid ഉണ്ട്, thiamine ഉണ്ട്, riboflavin ഉണ്ട്. Flavin ആ സംഭവം മാത്രം എനിക്ക് വരുന്നില്ല. Flavin. Okay. And you have the list 2, vitamin B1, B2, vitamin C, B6. Find out the correct order. മക്കളെ ഇത് വളരെ എളുപ്പമാണ്. ഇതിൽ ഒന്നോ രണ്ടെണ്ണോ മാത്രം കിട്ടിയാൽ മതി. അതായത് അബ്സോർബിക് ആസിഡ് എന്ന് പറയുന്നത് യു നോ ദാറ്റ് ഇറ്റ് ഇസ് വിറ്റമിൻ സി, ആൻഡ് തൈഅമീൻ എന്ന് പറയുന്നത് വിറ്റമിൻ B1 ആണ്. സോ ബി ഗീസ് 3 ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും ഇല്ല, ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ്. പിന്നെ C gives 1 എന്ന് പറയുമ്പോൾ തന്നെ യെസ്, ഓപ്ഷൻ 2 is the correct answer. യെസ്, ഓപ്ഷൻ 2 പക്ക. യെസ് ഹിലാൽ, ഓപ്ഷൻ 2 പക്ക. ഓക്കെ, നെക്സ്റ്റ് വൺ. One unknown complex has the spin only magnetic moment as 1.73 bm. Predict the correct situation of it. മക്കളെ ഇത് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് കണ്ടെത്താം, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് n into n+1 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതായത് മിസ് അത് ഒന്നുകൂടി എഴുതി തരാം. അതായത് രമണ, റൂട്ട് ഓഫ് n into n+2 is equal to 1.73 വരും. n into n+2 is equal to 1.73 സ്ക്വയർ എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 3 ആയിട്ട് എടുക്കാം. n² plus 2n minus 3 is equal to 0. n is equal to actually എന്താണെന്നറിയോ? n ന്റെ വാല്യൂ എന്താണെന്നറിയോ? n is equal to 1 ആണ് കേട്ടോ. സോ n is equal to 1 എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മക്കളെ. D9 octahedral with weak field ആയിക്കോട്ടെ, tetrahedral with weak field ആയിക്കോട്ടെ, D9 എന്ന് പറയുന്നത്. D7 octahedral with strong field ആണെങ്കിൽ എന്താ സംഭവിക്കുക? D7 ആയിട്ടുള്ളതാണെങ്കിൽ 1 2 3 4 5 6 7 ഇതെന്ത് ചെയ്യും? ഒരൊറ്റ n is equal to ഇവിടെയും 1 ആണ്, n is equal to ഇവിടെയും 1 ആണ്, n is equal to ഇവിടെയും 1 ആണ്. All of this. Option 4. All is well. Yes. Option 4 is the correct answer. Next question. Which among them match the electronic configuration in the list 1 with appropriate metal complex ions in the list 2 and choose the correct option? Atomic number they have given you: iron, manganese and cobalt.
and these are the ones. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കണ്ടുപിടിച്ചാൽ മതി മക്കളെ. Cobalt NH3 in the presence of 3+ എന്ന് പറയുന്നത് എന്നറിയോ, ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ മിഡിൽ പോർഷൻ. ആദ്യത്തെ രണ്ടെണ്ണം കണ്ടുപിടിക്കാതിരിക്കുക, ഒരു മിഡിൽ മൂന്നാമത്തെ നാലാമത്തെ കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ഈസി ആയിട്ട് ക്വസ്റ്റനിൽ ആൻസറിലേക്ക് പോകാൻ പറ്റും. ഞാൻ അങ്ങനത്തെ ട്രിക്കൊക്കെ എക്സാമിന് ചെയ്തിരുന്നു കേട്ടോ ഞാൻ പഠിക്കുന്ന സമയത്ത്. Cobalt CONH3 6 × 3+ എന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ആണ്. കൊബാൾട്ടിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആവുമ്പോൾ നമ്മൾ സ്ട്രോങ് ഫീൽഡ് ആണ്. സോ സ്ട്രോങ് ഫീൽഡ് ആകുമ്പോൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ മാംഗനീസ് അയോൺ കൊബാൾട്ട് അല്ലേ. So that will be coming under the case of T2G0, correct? So T2G0 എന്ന് പറയുമ്പോൾ I can say that cobalt will becomes R is, I mean 3 is P is 3. P is 3 എന്ന് പറയുമ്പോൾ തന്നെ ഈ രണ്ട് ഓപ്ഷൻ കട്ട് ചെയ്തു, correct? പിന്നെ ഏതാ വരുന്നത് T23Eg2 എന്ന് പറയുമ്പോൾ നമുക്ക് മാംഗനീസ് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. സോ +4 oxidation state എന്ന് പറയുമ്പോൾ they will be having, yes, so this option 4 will be the correct answer, right? Option 4, yes, option 4 അല്ലേ മക്കളെ? Option 4 is going to be the correct answer. FeCl4 വെച്ചിട്ട് കണ്ടുപിടിച്ചാലും മതി. FeCl4 എന്ന് പറയുന്നത് എന്തായിരിക്കും? +3 oxidation state manganese, yes, 5 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. So that is going to be the Eg2 T23 T2G Eg ആണ് കേട്ടോ, T2G3 5 ആവുമ്പോൾ. Option 4. Yeah, mind. Which of the following complex compounds will exhibit highest paramagnetic behavior? Highest paramagnetic behavior ആണ് titanium, chromium, cobalt, Zn. Okay, so they have given you titanium, chromium, cobalt, Zn തന്നിട്ടുണ്ട്. ഏത് കോംപ്ലക്സ് ആണ് പാരാമാഗ്നറ്റിക് ഇൻ ബിഹേവിയർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ മക്കൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, Zn എന്ന് പറയുന്നത് ദേ 0 ആണ്. സോ ദേ പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക് ആയിട്ടാണ് വരുന്നത്. സോ Zn എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് അല്ല, ഡയാമാഗ്നറ്റിക് ആയിട്ടാണ്, ഡയാമാഗ്നറ്റിക് ആണ് ബിക്കോസ് 4s2 3d10 ആണല്ലോ. ഇനി ടൈറ്റാനിയം എന്ന് പറയുന്നത് D1 സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ക്രോമിയം എന്ന് പറയുന്നത് D3 സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക അല്ലെ. NH3 6 times എന്ന് പറയുമ്പോൾ Cr +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 4s1 3d5 ആകുമ്പോൾ D3 സ്റ്റേറ്റിലായിരിക്കും. കൊബാൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. സോ വിച്ച് ഈസ് ഹൈയസ്റ്റ് പാരാമാഗ്നറ്റിക്? ഏതിനായിരിക്കും D3 എന്ന് പറയുന്നത്? ഓപ്ഷൻ 3. ഓപ്ഷൻ 3. ഹിലാൽ കിട്ടിയോ? Do you get this? Option 3 is the correct answer. മീനാക്ഷി കിട്ടിയോ? ഇതെന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ that will be diamagnetic. This also will be diamagnetic. ഇവിടെ മാത്രം D1, ഇവിടെ D3 ആയിരിക്കും. So among D1 and D3 we can say that D3 because more paramagnetic എന്ന് പറയുമ്പോൾ കൂടുതൽ unpaired electrons should be there, no? കിട്ടുന്നുണ്ടോ മക്കളെ? എന്താണ് ആരുടെയും കാണുന്നില്ലല്ലോ, എവിടെയാണ് ഗൈസ് നിങ്ങൾ? ഓക്കെ ശ്രീലക്ഷ്മി അല്ല, മീനാക്ഷി ആയിരുന്നല്ലേ, സോറി പേര് മാറിപ്പോയതാണ്. വിച്ച് റിയാക്ഷൻ ഇസ് നോട്ട് യൂസ്ഡ് ആണ്, നോട്ട് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് അനലിൻ ആൻഡ് ബെൻസൈലമീൻ. നല്ലൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അനലിൻ ആൻഡ് ബെൻസൈലമീൻ ദേ ഹാവ് ഗിവൻ ടു Br2 + H2O. ഓക്കെ, അനലിനും ബെൻസൈലമീൻ ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് CHCl3 + KOH, all of this. നല്ലൊരു ക്വസ്റ്റൻ ആണ്, ചെയ്ത് നോക്കിക്കേ. ഡു ദ ക്വസ്റ്റ്യൻ. 5 unpaired electrons in the Hilal, but the thing is actually Cr is having 5 unpaired electrons plus they are in the oxidation state of +3 now. Okay, ചെയ്തേ മക്കളെ ഇത്. അതായത് Br2 in the presence of, exactly, Br2 in the presence of water, this particular aniline will react and 2,4,6 tribromo aniline കിട്ടും. 2,4,6 tribromo aniline is actually നമുക്ക് എങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വൈറ്റ് precipitate ആ. 2,4,6 tribromo aniline എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് എ വൈറ്റ് precipitate. സോ മറ്റേ നമ്മുടെ ബെൻസൈലമീൻ എന്ന് പറയുന്നത് they won't react. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? we can actually distinguish. രണ്ടും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഒന്ന് 2,4,6 tribromo aniline വരും, when they react with aniline, that is a white color precipitate, and this benzylamine will not be reacting. Okay, next one benzene diazonium chloride എന്ന് പറയുന്നത് നമ്മുടെ കപ്ലിംഗ് റിയാക്ഷൻ ആണ്.
ഒരു എന്താ പറയുക ഒരു ഡൈ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഡൈ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നേരെ മറിച്ച് ബെൻസൈലാമീൻ ആയിട്ട് റിയാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പൊ നമുക്ക് അതും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാം. ഹിയർ CHCl3 plus KOH എന്ന് പറയുന്നത് എന്ത് റിയാക്ഷൻ ആണെന്നറിയോ? കാർബണമൈൻ റിയാക്ഷൻ ആണ്. That is for the primary amines. Primary amines ആണ്. Being NH2, that is aniline and benzyl amines are primary amines. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? We cannot distinguish. So CHCl3 and KOH will be the correct answer. Option 3 is going to be the correct answer. എങ്ങനെയാണെന്ന് മനസ്സിലായോ? Do you got it? കിട്ടിയോ മക്കളെ? എങ്ങനെയാണെന്ന് മനസ്സിലായോ? കിട്ടിയോടാ? ഈ 19 പേര് കാണുന്നുണ്ട്. ആ ഒരൊറ്റ കൊച്ചു മാത്രമേ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നേ? Br2 ആകുമ്പോഴേ നമുക്ക് അനിലിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 246 അത് ഭയങ്കര ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണല്ലോ. സോ ദേ വിൽ ബി ഗെറ്റിംഗ് 246 ട്രൈ. Listen. This Br2 in the presence of water means when they react with aniline and they will be getting 246 tribromo 246 tribromo aniline കിട്ടും. ഇവിടെ ആകുമ്പോൾ ബെൻസൈലാമീൻ എന്ന് പറയുന്നത് Br2 in the presence of വാട്ടറിന്റെ കൂടെ റിയാക്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഈ 246 tribromo aniline എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി വൈറ്റ് precipitate ആണ്. ഓക്കെ, സോ വി ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് വിച്ച് റിയാക്ഷൻ ഇസ് നോട്ട് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ഏതാണ് നോട്ട് യൂസ്ഡ് ആണ് ചോദിക്കുന്നത്. ലിസൺ നോട്ട് യൂസ്ഡ് ആണ്. അപ്പൊ വി കനോട്ട് സി ദിസ് ഇസ് ആക്ച്വലി യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡ് എന്ന് വെച്ചിട്ട് അനിലിൻ ആഡ് ചെയ്യുന്നത് കപ്ലിംഗ് റിയാക്ഷൻ ആണ്. യെല്ലോ കളർ ആയിട്ടുള്ള ഒരു ഡൈ ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ? യെസ്, ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ്. അപ്പൊ ഇതും നമുക്ക് സി വൺ aniline is actually getting a colored dye with this particular benzene disonium chloride but not with the benzylamine. So we can separate it. We can distinguish it. ഒന്ന് കളർ യെല്ലോ ഉണ്ടായിരിക്കും, ഒന്ന് കളർ ഉണ്ടാവില്ല. സോ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. But CHCl3 means that is they are giving the isocyanate test only, carbalamine only, primary amines. Both are primary amines. So ഈ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? We cannot distinguish. They are asking which reagent is not used to distinguish. Question, read the question carefully. Which reagent is not used? Which reagent? CHCl3 in the presence of KOH. Clear or not? Now it's clear. You have to read the question correctly. You have to read the question. എന്നാൽ മാത്രമാണ് ഈ ആൻസർ കിട്ടുള്ളൂ കേട്ടോ. They are asking ഏത് റിയേജന്റ് ആണ് യൂസ് ചെയ്യാത്തത്, നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്തത് ഏതുകൊണ്ടാണെന്നാണ്. ബാക്കിയെല്ലാം നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഒന്ന് വൈറ്റ് precipitate കിട്ടും, ഒന്നിന് വൈറ്റ് precipitate കിട്ടില്ല. ഒന്ന് റിയാക്ട് ചെയ്യുന്നില്ല. ഒന്നിന് കളർ ഡൈ ആണ്, ഒന്നിന് കളർ ഡൈ അല്ല. How is that possible? Option A. Because Br2 in the presence of water, they are getting 246 tribromo aniline and that is white color precipitate. Okay, and this benzylamine not reacting, so we can distinguish it. Okay, when we add the aniline we are getting white color precipitate. When we add the benzylamine we are not getting anything, so we can distinguish it. Okay, but while adding the CHCl3 in the presence of KOH, we will be getting that foul smell in both. അപ്പോൾ നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ their question is which is reagent is not used to distinguish. എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു തരാൻ അറിയില്ല. ഹിലാൽ, you got it? You have to think like that. അയ്യോ എന്റെ പൊന്നെ, ഞാനിതിപ്പോ എങ്ങനെ പറഞ്ഞുതരാം മക്കളെ? മനസ്സിലായോ? ഒന്ന് നമുക്ക് we can distinguish in all this 1, 2. Okay, in third one we cannot distinguish it because both we will be having smell. So they are asking the question as which reaction is not used to distinguish. ഏത് റിയേജന്റ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ അതായത് യൂസ് ചെയ്താലാണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റാത്തതെന്ന്. സോ ഓപ്ഷൻ 3. ശബരിമല ശിവനെ. Okay, the product B of which of the following reaction is not phenol? ഏതാണ് ഫീനോൾ അല്ലാത്തെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay, you have some reactions here. No, you didn't went wrong. Whatever you know is correct only. Hilal, don't think like that. The thing is actually ആലോചിച്ചത് ഡിഫറെന്റ് ആയിപ്പോയി. The way you think now, that was different. That's only. The question was little twisting. That's why. അങ്ങനെ ആയാലും മതി ഗീത, ഇങ്ങനെ പറഞ്ഞാലും മതി. The product B of which of the following reaction is not phenol? Phenol തരാത്തത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നത്. Concentrated H2SO4 we will be getting SO3H. അതിലേക്ക് NaOH ആഡ് ചെയ്യുമ്പോൾ in the presence of heat we will be getting the phenol. First one we will be getting the phenol. അല്ലേ? First one SO3H, അതായത് we will be getting SO3H here and then we will be getting phenol. B ആയിട്ട് കിട്ടും. So this will getting B. They are asking not phenol. Okay, so option A we are getting phenol. CH3 CH2 the cumene ആണ് കിട്ടുക. Right? Here A is going to be the cumene.
ഇതിലേക്ക് നമ്മൾ when we done the oxygen is added, O2 is added, we will be getting phenol only. So this is also phenol. Now Cl2 in the presence of ACl3 followed by A. So you know that ഇവിടെ എന്താ കിട്ടുന്നുണ്ടാവുക? Cl കിട്ടും. ഇവിടെ NeOH എന്ന് പറയുന്നത് dose process has happened when only there is a high temperature, right? High temperature ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്ത് കിട്ടാത്തത്? ഫിനോൾ കിട്ടാത്തത്. ഇനി ഇവിടെ ഫിനോൾ കിട്ടും. നിങ്ങൾക്ക് ഇതിലും, അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോ യു ഡോണ്ട് നോ ദ ആൻസർ, നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ ഈ 3 എണ്ണത്തിന് നിങ്ങൾക്ക് ഫിനോൾ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണെങ്കിൽ അപ്പൊ ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. Yes. Okay, next question. They have given you Hg, they have given you a double bonded compound, that is alkene തന്നിട്ടുണ്ട്, and they have given you HgOAC twice in the presence of water followed by NaBH4. There is a compound A, that compound is reacting with H plus ആണ്. Okay, then they are getting B as the major. ആ major ആയിട്ടുള്ളത് O3 side. Okay, HgOAC എന്ന് പറഞ്ഞാൽ oxymercuration demercuration ആണ്. Okay, Markovnikov's rule ആണ്. Markovnikov's rule, but carbocation rearrangement നടക്കില്ല. There is no carbocation rearrangement, but Markovnikov's rule will be following. H plus in the presence of heat എന്ന് പറയുന്നത് they are undergoing this dehydration, acid catalyzed dehydration. ഡബിൾ ബോണ്ടാ കിട്ടുക. ഈ ഡബിൾ ബോണ്ടിലേക്കുള്ള നമ്മൾ O3 ആഡ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് അങ്ങനെ കിട്ടുന്നേ. So we have to find out the product. ചെയ്ത് നോക്കിക്കേ മക്കളെ. ഓപ്ഷൻ 2 പറയുന്നുണ്ട്, ഓപ്ഷൻ 3 പറയുന്നുണ്ട്. മീനാക്ഷി ഒന്നുകൂടി നോക്കിക്കേടാ, ഒന്നുകൂടി നോക്കിക്കേ മീനാക്ഷി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. മീനാക്ഷി ആയിക്കോട്ടെ, ഗീത സഞ്ജയ്, ഹിലാൽ, ഒന്നുകൂടി നോക്കിക്കേ. ഓപ്ഷൻ ഒന്നുകൂടി നോക്കിക്കേ. എവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. Markovnikov's rule is following, but they are not undergoing any rearrangement. Kanna, they are not undergoing any rearrangement. Okay, so they will be giving you OH first one. ഞാൻ പറഞ്ഞു തരട്ടെ, മിസ് പറഞ്ഞു തരട്ടെ. അതായത് you have the compound like this and they are undergoing the Markovnikov's rule, means we can say that ഇവിടെ ആയിരിക്കും നിക്ക് Markovnikov's rule അല്ലേ പോന്നെ. So Markovnikov's rule means OH ഇവിടെ ആയിരിക്കും. ഇതിലേക്ക് ആൽക്കഹോൾ ആസിഡ് കാറ്റലൈസ്ഡ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ ആണ്, which means ഡബിൾ ബോണ്ട് ആയിരിക്കും കിട്ടുക. ഈ ഡബിൾ ബോണ്ട് കിട്ടണേൽ we can say that പോസിറ്റീവ് ചാർജ് ഇവിടെ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഡബിൾ ബോണ്ട് കിട്ടുമ്പോൾ the double bond is going to be here. ഇതിലേക്കാണ് O2 ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ആയിരിക്കും ഓക്സിജൻ ഇവിടെയും ആഡ് ചെയ്ത് കൊടുക്കുക, which means I can say the answer as CH3 C double bond O CH3 plus CH3 CHO അല്ലേ. CH3 C, ഇവിടെ ഈ കാർബണിലേക്ക് ഡബിൾ ബോണ്ട് ഓക്സിജൻ വന്നു, ഇവിടെ CH3 വന്നു, ഇവിടെ CH3 CHO. ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ മക്കളെ? CH3 CHO. ഓപ്ഷൻ 1. ഹിലാൽ, നോട്ട് ഓപ്ഷൻ 2 കണ്ണ. ട്രൈ ഇറ്റ് അഗൈൻ. ഇത് നമ്മൾ ഡബിൾ ബോണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കന്നെ വേണം. ഹിലാൽ, ട്രൈ ഇറ്റ് അഗൈൻ. ഇറ്റ്സ് നോട്ട് ഓപ്ഷൻ 2. ഓപ്ഷൻ 1 is the correct answer. Yes, മീനാക്ഷി. അതേഴ്സ് ബാക്കിയുള്ളവരൊന്നും ചെയ്തേ. കുറച്ച് ക്വസ്റ്റ്യൻ കുറച്ച് ട്രിക്കിയാണ്. Markovnikov's rule ഫോളോ ചെയ്യുന്നുണ്ട്. Markovnikov's rule ഫോളോ ചെയ്തിട്ട് they are getting you OH here. In that OH ഡീഹൈഡ്രേഷൻ നടക്കുമ്പോൾ OH പോവും. നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? We are getting the Zaitsev rule. മേജർ റൂൾ ആയിട്ട് വരുന്ന മേജർ പ്രൊഡക്റ്റ് Zaitsev rule ആണ് കേട്ടോ. 1 2 Zaitsev rule കിട്ടുന്നതിന് മേജർ പ്രൊഡക്റ്റ് കിട്ടി. അതിലേക്ക് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ ഈസിയാണിത്. കുറച്ച് നിങ്ങൾ ഒന്നിനെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അതല്ലെങ്കിൽ നിങ്ങൾ ബോണ്ട് ലൈൻ എഴുതാതെ നോർമൽ ആയിട്ടാണ് എഴുതുക കേട്ടോ. So CH3 C double bond O CH3 plus ഇവിടെ ഒരു CH3 ഉണ്ട് CHO. So CH3 CHO ഡബിൾ ബോണ്ട്, ഇത് ഹൈഡ്രജൻ ആണ്. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. So option 1 is the correct answer. Option 1. കിട്ടിയോ? You got it, children? Those who are watching, who got it? Clear അല്ലേ മക്കളെ? ഫസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ, സെക്കൻഡ് ഓപ്ഷൻ അല്ലേ. കൺഫ്യൂസ് ആവരുത്, സെക്കൻഡ് ഓപ്ഷൻ ആവരുത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മക്കളെ. Which of the following statement is incorrect about the Hilal? കിട്ടിയോ? Hilal, you got it? Okay.
So which of the following is incorrect statement about the PCl5? They have given you PCl5 bond length is axial is greater than equatorial, which is true. Axial ആണ് greater than വരുന്നത് അല്ലേ മക്കളെ? ഇതാണ് axial വരുന്നത്, ഇതാണ് equatorial വരുന്നത്. So this is going to be, so the axial is greater than, that is true. sp3 carbon ആണ്, sp3d ആണ്, that is also true. Axial PCl5 bonds are weaker, that's true. Equatorial bond like PCl5 is not reacting. This is the correct, this is the incorrect statement. PCl5 is reacting, they are reacting with the alcohol and we are getting chloroalkanes and all, na? Option 4 is the correct answer. Yes, yes. Option 4 is the correct answer. Shall we move to the next question, makale? Next question like പോട്ടെ. സെറ്റ് ആണോ ഗൈസ്? നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ്. നമ്മൾ ഒരു അല്ല sp3d അല്ലടാ PCl5 ആവുമ്പോ സിജു, sp3d അല്ലേ? 5 എണ്ണം വരുന്നില്ലേ? 1 2 3 4 5. ഓക്കെ, 9 മണിയായില്ലേ മക്കളെ? നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി, നമ്മളൊരു 50 ക്വസ്റ്റ്യൻസിലും എനിക്കിത് ചെയ്ത് തീർത്തേ പറ്റൂ ഗൈസ്. ഓക്കെ, B2 and O2 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ they have given you BE2 and H2 മാത്രമേ ഉള്ളൂ, H2 മൈനസ് ആണ്. മക്കൾ ഒരൊറ്റ മിനിറ്റ് ക്വസ്റ്റ്യൻ ചെറിയൊരു there is a mistake in the question. one second. അയ്യേ ഈ കളറിന് എങ്ങനെ? one second there is a mistake in the question. H2 2 മൈനസേ വരുള്ളൂ, 2 എണ്ണം വരില്ല. ശ്രദ്ധിക്കുക, H2 2 മൈനസ്, N2 and N2 മൈനസ് വരുന്നുണ്ട്, O2 പ്ലസ് ഉണ്ട്, N2 പ്ലസ് and N2 മൈനസ്, O2 പ്ലസ് and O2 മൈനസ് വരുന്നുണ്ട്. And thus are the identical properties. So you know that B2 and O2 are, B2 and O2 means being 5, boron 10 ആയിരിക്കും, പാരാമാഗ്നറ്റിക് ഇൻ നേച്ചർ ആയിരിക്കും രണ്ടും അല്ലേ? ടീച്ചറെ ശ്യാം സാറിനെ ഒന്ന് കാണിക്കുമെന്ന്. ശ്യാം സാറിന് എത്ര ആരാധകരാണോ ഈ ക്ലാസ്സിൽ? Don't worry, I will be leave on next week ഒരു 4 days മിസ് ലീവ് ആയിരിക്കും. 8 9 10 11 I will be on leave. So that time probably ശ്യാം സാർ will be taking the class. Okay, റയാൻ, ഞാൻ ഇത്രയും നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് ക്ലാസ് എടുത്തിട്ട് ശ്യാം സാറിനൊന്ന് കാണിക്കുന്നു. ഞാൻ ശ്യാം സാറ് പുറത്തുണ്ടെങ്കിൽ ഞാൻ വിളിച്ച് കാണിച്ചേനെ ശ്യാം സാറിനെ. Okay, so B2 and O2 എന്ന് പറയുന്നത് what is it? It's paramagnetic, right? They are paramagnetic in nature. അല്ലെ? Being 10 and oxygen എന്ന് പറയുന്നത് being 16, they are paramagnetic in nature. And then BE2 and H2 minus എന്ന് പറയുന്നത് they didn't even exist ചെയ്യാത്ത കോമ്പൗണ്ട് ആണ്. അപ്പൊ നമുക്ക് പറയാം A gives Q, B gives S, A gives Q, B gives S. അപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ട് ഓപ്ഷൻ എ. ഓപ്ഷൻ എ is the correct answer. Option A is the correct answer. Option A is the correct answer. അല്ലേ മക്കളെ? Option A. Option A is the correct answer. Set അല്ലേ? Next question ലേക്ക് പോട്ടെ മിസ്. Okay, next question. Elements തന്നിട്ടുണ്ട്, കളർ imparted to the flame. This is actually comes under the category of the നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ഓർഗാനിക് എലമെന്റ് സോൾട്ട് അനലൈസിസിൽ വരുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ്. അതായത് സ്ട്രോൺഷ്യം എന്ന് പറയുന്നത് ക്രിപ്സൺ റെഡ് ആയിരിക്കും. അതേപോലെ തന്നെ then our calcium is going to be violet, light violet color ആയിരിക്കും. I mean potassium is going to be violet, calcium is going to be brick red, strontium is crimson red. Option B, option 2, option B. Okay അല്ലേ മക്കളെ? Option B. Next question. Which of the following complex is a non-chelate complex? Non-chelate, അതായത് non-chelate എന്ന് ഉദ്ദേശിക്കുന്നത് it's not a chelate compounds complex എന്ന് പറയുന്നത് നമ്മുടെ more than 2 donor atoms വരുന്നുണ്ടല്ലോ, അതാണ് chelate complex എന്ന് പറയുന്നത്. നമുക്കറിയാം ഡൈമീഥൈൽ ഗ്ലൈക്കോമേറ്റ് എന്ന് പറയുന്നത് ബൈഡൻഡേറ്റ് ആയിട്ടാണ്. സോ ദിസ് ഇസ് എ നോൺ ചിലൈറ്റ് ആണ്. അതേപോലെ പൊട്ടാസ്യം ഈഥൈൽ ഡയാമീൻ എന്ന് പറയുന്നതും EDTA എന്ന് പറയുന്നത് ഹെക്സാഡെൻഡേറ്റ് ആണ്. അതേപോലെ ടെട്രാമീൻ ഡൈഅസിഡോ അമീൻ എന്ന് പറയുന്നത് NH3 ഡൈഅസിഡോ എന്ന് പറയുന്നത് N3 മൈനസ് ആ. സോ ദിസ് ഇസ് ദ വൺ വിച്ച് ഇസ് നോട്ട് എ നോൺ ചിലൈറ്റ് കോംപ്ലക്സ്. ഓപ്ഷൻ 3. Option 3 is the correct answer. Option 3. Yes, Riyan, correct answer.
റയാൻ വന്നിട്ട് ശ്യാം സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഫോർത്ത് അല്ല, തേർഡ് ഓപ്ഷൻ. നോട്ട് എന്നല്ല ചോദിച്ചിരിക്കുന്നേ. ഗ്ലൈസിനേറ്റോ പ്ലാറ്റിനം എന്ന് പറയുന്നത് ബൈഡന്റേറ്റ് കാരനാണ്. ഹിലാൽ, ഇറ്റ്സ് തേർഡ് ഓപ്ഷൻ. റയാൻ, ശ്യാം സാറിന്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ ആള്? ശ്യാം സാറിന്റെ മുന്നത്തെ സ്റ്റുഡന്റ് ആണോ? ഞാൻ എന്തായാലും ശ്യാം സാറിനകത്ത് പറയാട്ടോ. ശ്യാം സാറിനെ പിള്ളേരെ ചോദിച്ചിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is incorrect? Incorrect ആണ്. Lithium and magnesium exhibit diagonal relationship. That's true. Correct ആയിട്ടുള്ള കാര്യമാണ്. Generally, elements of the group 1, 2, 13, 14, 15, 17 are called as the known as the representative element. Yes, that's true. Hilal, it's okay, fine. In fifth period, the subshell 5 is 4F. മക്കളെ 4F എന്ന് പറയുന്നത് ഫിഫ്ത്തിനല്ല, സിക്സ്ത്തിനുള്ള സാധനം അല്ലെ. 4F എന്ന് പറയുന്നത് ഫോർ സിക്സ്ത് അല്ലെ, ഫിഫ്ത്ത് അല്ലല്ലോ. നമ്മുടെ ശരീരത്തിൽ നിന്ന് തുടങ്ങുന്ന സാധനത്തിനുള്ളതാണ് 4F എന്ന് പറയുന്നത്. So option 3 is the wrong one. Incorrect statement. General configuration of the F block is N-2, F1 to 14, N-1, D 0 to 1, NS2. So option C. Option C ആണ് കേട്ടോ. Okay. Next question. They have given you a question. C2H5Br. ഇത് ഇങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ. ഇത് കുറച്ച് റൈറ്റിംഗ് മിസ്റ്റേക്ക് ആണ്. C2H5Br in the product ഒരു എക്സിന്റെ സ്ഥാനത്ത് ഒരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ആ പ്രോഡക്റ്റിലേക്ക് Y ആഡ് ചെയ്തപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ അത്? C3HNH2. ഓക്കെ, അതായത് C2H5Br ഉണ്ട് കേട്ടോ മക്കളെ. Br ആണ്. അതായത് ബ്രോമോ ഈഥീനിലേക്ക് ചെയ്തപ്പോ കേരള റിപ്പോർട്ട് ചെയ്യണം. എന്താ 2 സോൾ 1 റോഡിന്റെ പ്രശ്നം? ഞാൻ കുറച്ച് നേരമായല്ലോ ശ്രദ്ധിക്കലോ. എന്ത് പറ്റി മോനെ? കാര്യം പറയൂ. 8ാം ക്ലാസ്സിൽ ഏതെന്റെ പ്രശ്നമാണോ മക്കളെ? ഇപ്പൊ 8ാം ക്ലാസ് വരും. ഓക്കെ, 8ാം ക്ലാസ് വരും കേട്ടോ. എന്താടാ ഇങ്ങനെ ഇത്രയും സങ്കടമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നേ? വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ മക്കളെ? ദിസ് ഇസ് എ സ്റ്റെപ്പ് അപ്പ് റിയാക്ഷൻ. അതായത് C2ൽ നിന്ന് 3ലേക്കാണ് മാറിയിരിക്കുന്നത്. ഫസ്റ്റ് ഹിന്റ് തന്നിട്ടുണ്ട്. കാർബൺ 3ലേക്കാണ് മാറിയിരിക്കുന്നത്. വിച്ച് മീൻസ് NC ആയിരിക്കും. അതായത് നമുക്കിവിടെ KCN ഉണ്ട്, അതേപോലെ AgCN ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? KCN ആയിരിക്കണം അല്ലെ, എങ്കിൽ മാത്രമാണ് CN വരുള്ളൂ. ഇങ്ങനെയൊക്കെയാണെന്ന് ആലോചിക്കണ്ടേ കേട്ടോ. KCN കിട്ടും. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? C2H5CN വരും. ഈ C2H5CNലേക്ക് C3, അതായത് നമുക്ക് CH3 CH2 CH2 NH2 ആണ് കിട്ടുന്നത്. അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് കൂടി റിഡക്ഷൻ ചെയ്യണം. അപ്പോഴല്ലേ കിട്ടുള്ളൂ. 3 കാർബൺ ആയിട്ടുള്ളത്. 3 കാർബൺ. ഇവിടെ മൊത്തത്തിൽ എത്ര കാർബൺ? 2 കാർബൺ. ഇവിടെ 1 കാർബൺ. 3 കാർബൺ. അപ്പൊ 3 കാർബൺ ഉള്ള സെയിം നമ്പർ കിട്ടണമെങ്കിൽ എന്ത് കിട്ടേണ്ടി വരും? വി ഹാവ് ടു ഗോ ഫോർ ദ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഇനി അതല്ല, ഇവിടെ 4 കാർബണാ തന്നതെങ്കിൽ നമ്മൾക്ക് ഇവിടെ റിഡക്ഷൻ എന്തിന്റെ ബേസിസിലായിരിക്കും? ബ്രോമോമൈഡ് റിയാക്ഷൻ ചെയ്യേണ്ടി വരും. ക്ലിയർ ആണോ? Br2 in the presence of NaOH. ഓക്കെ അല്ലേ? സോ ഓപ്ഷൻ, ഇതിന്റെ ആൻസർ ഓപ്ഷൻ 1 ആണ് കേട്ടോ. ഓപ്ഷൻ 1 is the correct answer. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 നമുക്ക് തന്നിട്ടുണ്ട്. They have given you an ether. To make this ether, which of the following reaction will be the most suitable? First of all, ഈ റിയാക്ഷൻ വരില്ല. കാരണം ഇവിടെ തന്നിരിക്കുന്നതും ഇതും തമ്മിലൊരു ബന്ധവുമില്ല. ഇവിടെ CH3 എന്ന് ടെർഷ്യറി വന്നിട്ടുണ്ട്, ഇവിടെ CH2 വന്നിട്ടുണ്ട്. അപ്പൊ this is not the correct one. ഇനി none of thisഉം വരില്ല. ഈ രണ്ടെണ്ണത്തിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കണ്ടെത്തി വേഗം പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും മക്കളെ, whenever there is a production of etherന്റെ പ്രൊഡക്ഷനിൽ സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് that should be tertiary and alkanes എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഹാലോ ആൽക്കേൻ എന്ന് പറയുന്നത് പ്രൈമറി ആയിരിക്കണം. ഇഫ് ദാറ്റ് ഇസ് നോട്ട് ദ കേസ് ഉണ്ടെങ്കിൽ അവർ എന്തായിട്ടാണ് മാറുന്നുണ്ടാവുക? അവര് they will be undergoing elimination reaction and forming the double bond അല്ലെ. സോ ഇവിടെ ഇതാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡബിൾ ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് they will be creating ആൽക്കീനുകളാണ് കിട്ടുക. but this is not the correct one. This has to be like this. So ONA എന്ന് പറയുന്നത് ടെർഷ്യറി ആയിരിക്കണം, അതേപോലെ തന്നെ അത് ബൾക്കി ഗ്രൂപ്പ് ആയിരിക്കണം. നമ്മുടെ യൂസ് ചെയ്യുന്ന ആൽക്കെയിൻസ് എന്ന് പറയുന്നത് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത് പ്രൈമറി ആയിരിക്കണം. That is the condition and they will be getting this particular one. Clear ആണോ? Option 2 is the correct answer here. Okay അല്ലേ മക്കളെ? Okay അല്ലടാ?
Okay. Next question. Assertion ആണ്. In D block elements, generally second ionization enthalpy increases along the 3D series. It increases second ionization enthalpy because there is an effect of what? Size കുറയും, nuclear charge increase ചെയ്യും from left to right, right? Reason in the D block elements, the effective nuclear charge increases because one d electron does not shield another electron from the influence of the nuclear charge due to the d orbital difference direction. Which one is the correct answer? Assertionum reasonum ശരിയാണ്. Reason എന്ന് പറയുന്നത് correct explanation ആണ്. Option 1. Option 1 is the correct answer. മനസ്സിലാവുന്നുണ്ടോ? Option 1 ആണ് മക്കളെ correct answer ആയിട്ട് വരുന്നത്. Assertionum reasonum ശരിയാണ്. Reason is the correct explanation for the assertion. Next questionലേക്ക് മിസ് കിടക്കുകയാണ്. Okay. Which one of the following is most suitable carbocation? ഏറ്റവും suitable ആയിട്ടല്ല, most suitable അല്ല, stable. ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, അതിന്റെ പ്രശ്നമാണ് കേട്ടോ. മോസ്റ്റ് സ്റ്റേബിൾ കാർബോകാറ്റോൺ ചോദിച്ചിട്ടുണ്ട്. They have given you, this is actually CCCCH2 carbocation ആണ് കേട്ടോ. So this is not your tertiary one. Okay. Okay, this is not your tertiary one. This is your tertiary one. ഇത് primary ആണ്, ഇത് secondary ആണ്. Which one is the correct answer? Option 2. Option 2 is the correct answer. Option 2 ആണ്. ഫസ്റ്റ് അല്ല കേട്ടോ. ഫസ്റ്റ് വൺ അല്ല. ഫസ്റ്റ് വൺ ഇസ് നോട്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൈമറി കാർബോകാറ്റോൺ ആണ്. അത് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് അവർ. ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ് വിത്ത് ഓപ്ഷൻ 1 and 2. ഓക്കെ. ഓപ്ഷൻ 2. നെക്സ്റ്റ് വൺ, വിച്ച് വൺ ഇസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഏതാണ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. സോ ദേ ഹാവ് ഗിവൻ യു ദ കോമ്പൗണ്ട് നെയിം 3,4-dimethyl ഫിനോൾ എന്ന് പറയുന്നത് 1, 2, 3, 3,4-dimethyl. ഇത് ഇസ് കറക്റ്റ്. നൗ 1, 2, 3, 4, 2-chloro, 4-methyl. Methyl anisole, that is also correct. Now next one is 1, 2, 3, 4, 2-chloro, 4-methyl nitrobenzene. This is 1 nitrobenzene. This is also correct. 1, 2, 3, 4 ഇങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുക അല്ലേ. So we can write it as one second. ഇത് ഇങ്ങനെയല്ലേ കറക്റ്റ് ചെയ്യുക? 1, 2, 3, 4. It should be 1-chloro, 2,4-dinitrobenzene, right? This is the wrong one here. Right? Number കൊടുത്തിരിക്കുന്നത് wrong ആ. Fourth one is the wrong one, right? അല്ലേ? It should be 1-chloro ആയിട്ട് വരുന്നത് അല്ലേ? 1-chloro ആയിട്ടാണ് വരുന്നത്. നമ്പറിങ് കൊടുത്തത് റോങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ലീസ്റ്റ് നമ്പർ അല്ലേ വേണ്ടത് ആഡ് ചെയ്യുമ്പോൾ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ കോളം വിത്ത് കോളം 2. Dilute sodium hydroxide, concentrated sodium hydroxide, CHCl3 in the aqueous NaOH, SbF3. Dilute NaOH എന്ന് പറയുന്നത് നമുക്കറിയാം ആൽഡോൾ കണ്ടൻസേഷൻ യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് NaOH എന്ന് പറയുന്നത് കാനിസാറോ റിയാക്ഷൻ യൂസ് ചെയ്യുന്നതാണ്. CHCl3 in the presence of CHCl3, did I made it wrong here? No, CHCl3 in the presence of aqueous NaOH എന്ന് പറയുന്നത് റിമർ റിയാക്ഷൻ, SbF3 എന്ന് പറയുന്നത് സ്വാച്ച് റിയാക്ഷൻ. ഓപ്ഷൻ 1 gives B. 1 gives B എന്ന് പറയുമ്പോൾ തന്നെ യെസ്, ഓപ്ഷൻ 4 is the correct answer. വേറെ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ ഓപ്ഷൻ 4 എടുത്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൈലൂട്ട് NaOH ആൽഡോൾ കണ്ടൻസേഷൻ ആണെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തന്നെ നമുക്ക് കിട്ടിയ ഓപ്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് സബ്ഷെൽ ഇൻ എ ഷെൽ. Number of subshell in a shell, maximum number of electrons in a subshell, number of radial nodes, number of spectral lines for the transition from energy level into ground state. So ഇതാണ് തന്നിരിക്കുന്നത്. നമ്പർ ഓഫ് ഷെൽസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സബ്ഷെൽസ് ഇൻ എ ഷെൽ is equal to right. ഒരൊറ്റ മിനിറ്റ് നോക്കട്ടെ, ഇതെന്തോ ഒരു മിസ്റ്റേക്ക് തന്നെ. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ്ഷെൽ എന്ന് പറയുന്നത് 12 plus 7. ഓക്കെ. നമ്പർ ഓഫ് റേഡിക്കൽ നോട്ട്സ് എന്ന് പറയുന്നത് n minus p minus നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എന്ന് പറയുന്നത് t. ഓപ്ഷൻ 2 is the correct answer, no? Correct? Option 2 is the correct answer. Option 2. Okay. Next question like you wanna. Toluene in the presence of CrO2 Cl Itard reaction aani. This is Itard reaction. Itard reaction തന്നിട്ടുണ്ട്. Itard reaction ആണ്. They are told about the chromium complex. വളരെ എളുപ്പമുള്ളതാണ്. അതായത് ആ CHൽ രണ്ട് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് എന്താ സംഭവിക്കുന്നുണ്ടാവുക? CrO2 Cl2 ഉണ്ട്, OCrOH Cl2 twice ആയിട്ട് മാറും. വിച്ച് മീൻസ് ക്രോമിയം കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ അല്ലേ? ഇറ്റാഡ് റിയാക്ഷൻ നമ്മുടെ ടൊളുവിന്ന് നമുക്ക് ബെൻസാൽഡിഹൈഡ് കിട്ടുന്നതാണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലേ?
CHO, yes, CHO, CRO, HCl twice. Next question. In a 0.5 molar solution of KCl, KCl is 50% dissociated. The freezing point of the solution will be. മക്കളെ മൊളാലിറ്റി തന്നിട്ടുണ്ട് 0.5 എന്ന് പറഞ്ഞിട്ട് KCl ന്റെ I എന്ന് പറയുന്നത് ഇറ്റ്സ് ഗോയിങ് ടു ബി 2. I എന്ന് പറയുന്നത് എന്തായിരിക്കും? അല്ല, I എന്ന് പറയുന്നതല്ല 2 വരിക. N is equal to 2. Okay. I എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. We don't know about I. But they have given you the alpha percentage, which is alpha is equal to 50% എന്ന് പറയുമ്പോൾ അതെങ്ങനെ എടുക്കാം? 50/100 എന്ന് എടുക്കാം. 0. Ma'am, please be energetic. 0.5. I will be, yes, I is equal to 1 plus n minus 1 into alpha. മക്കളെ 1 plus n minus 1 into 2 minus 1 into 0.5. So 1 plus 1 into 0.5 is equal to 1.5. I is equal to. അല്ലേ? Yes, correct answer, Devu. ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യാല്ലേ, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം മക്കളെ. You can find out the delta TF. Delta TF is equal to KF into I into M. അല്ലെ? KF എന്ന് പറയുന്നത് 1.86 into I എന്ന് പറയുന്നത് എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? 1.5 into 0.5. KF ന്റെ ഡെൽറ്റ TF ന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. ഡെൽറ്റ TF ന്റെ വാല്യൂ എത്രയാ വരുന്നത് മക്കളെ? ചെയ്തു തന്നെ. ഡെൽറ്റ TF ന്റെ വാല്യൂ എന്തെയാ? കാൽക്കുലേഷൻ ചെയ്തു തന്നെ. Delta TF is approximately equal to 1.395 Kelvin. അല്ലെ? ഈ 1.39 ചെയ്ത് നോക്കുക കേട്ടോ. അതിലേക്ക് ഡെൽറ്റ TF കിട്ടി. ഡെൽറ്റ TF കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൽറ്റ TF is equal to T0F minus TF. അല്ലെ? T0F minus TF എന്ന രീതിയിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. T0F minus TF എന്ന് പറയുന്നത് എത്രയാ വരിക മക്കളെ? 273.5. 273.5 minus 1. Just a second. വേറെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? Delta TF is equal to 1.395. Delta TF ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇതിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? TF എന്ന് പറയുന്നത് T0F is equal to TF is equal to 2.71. ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടുകൂടി മൈനസ് ചെയ്താൽ മതി. ഓക്കെ, രണ്ടുകൂടി മൈനസ് ചെയ്താൽ മതി കേട്ടോ. ചെയ്ത് നോക്കുക. പ്രോബ്ലം ആണ്, ചെയ്ത് നോക്കുക കേട്ടോ. രണ്ടുകൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. The transition metal having the highest third ionization enthalpy. Highest, ഞാൻ മാക്സിമം സ്പീഡിൽ തീർക്കാൻ നോക്കാം കേട്ടോ. The transition metal having the highest third ionization enthalpy. Highest third ionization enthalpy ഏതിനാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിനാ മക്കളെ? മാംഗനീസ് അല്ലേ തേർഡ് വരിക. അത് എന്തുകൊണ്ടാണ് മാംഗനീസ് വരുന്നത്? 4:3d5 ആയിട്ടാ വരുന്നത് അല്ലെ? സോ 4:+2 വരെ കുഴപ്പമില്ല. പിന്നീട് ഒരെണ്ണം കൂടി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ their oxidation ionization enthalpy എന്ന് പറയുന്നത് അത്രയും ഹൈ ആയിട്ട് കൊടുക്കേണ്ടി വരും അല്ലെ? സോ Mn. യെസ് ദേവു, കറക്റ്റ് ആൻസർ. 271.5 സംതിങ് വരും. യെസ് അത് രണ്ടുകൂടി മൈനസ് ചെയ്താൽ മതി. 273.15 മൈനസ് 1.39 അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഇതിൽ ഏത് ആൻസർ വരുന്നത്? മാംഗനീസ് ആണ് കറക്റ്റ് ആൻസർ. ഹയസ്റ്റ് തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ കോമ്പൗണ്ട് ഫ്രം ദ ഫോളോയിങ് ദാറ്റ് വിൽ ഷോ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഹിലാൽ, മീനാക്ഷി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുകയാണ് ഗൈസ്. ഞാനൊരു 9:30 ആയില്ലേ? 9:23 ആയില്ലേ? ഞാനൊരു 9:30 ഞാനൊരു ബ്രേക്ക് തരാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് തരാവേ. നമ്മൾ തീർക്കും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ തീർക്കും, അധികമില്ല. തീർക്കും. സെലക്ട് ദ കോമ്പൗണ്ട്സ് ഇൻ ദ ഫോളോയിങ് ദാറ്റ് വിൽ ഷോ ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഏതാ മക്കളെ? Orthonitrophenol will be showing intramolecular hydrogen bonding, right? Next question. Predict the order of the reactivity of the following 4 isomerism towards the SN2 reaction. You know that SN2 എന്ന് പറയുന്നത് primary, secondary, tertiary ആണ് reactivity order വരുന്നത്. So we can say that this will be high. So I can say that first one will be more. Then ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇത് സെക്കൻഡറി ആണെന്ന്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് പ്രൈമറി ആണ്. So which one will be more? Third one, then comes the second one, then comes the fourth one. Okay, so option 3 is the correct answer.
ഓപ്ഷൻ 3 is the correct answer. ഇത് നോക്കിക്കേ മക്കളെ, this is also primary, ഇത് സെക്കൻഡറി ആ. നമ്മൾ വിചാരിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കും പിന്നീട് വരാന്നത്, ഇത് നോക്കാതെ. ഓക്കെ, ഫസ്റ്റ് വൺ, തേർഡ് വൺ, സെക്കൻഡ് വൺ, ഫോർത്ത് വൺ. ഓപ്ഷൻ 3. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the major product formed in the following reactions are. മേജർ പ്രൊഡക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. മേജർ പ്രൊഡക്റ്റ് എങ്ങനെയാ മക്കളെ, നമ്മുടെ ഈതറിന്റെ റിയാക്ഷൻ ആണ്, SN മെക്കാനിസം, അതായത് നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് വരുന്നത്. ഇവിടെ ആയിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവുക, ഇവിടെ H വരും, ഇവിടെ I വരും, ബിക്കോസ് ഇവിടെ ബൾക്കി ഗ്രൂപ്പ് അല്ലേ. So SN2 SN1 മെക്കാനിസം അണ്ടർഗോ ചെയ്യുന്നുണ്ടാവും. ഇറ്റ് വിൽ ബി ക്രിയേറ്റിംഗ് ദ കോമ്പൗണ്ട്. ഓപ്ഷൻ 2 tertiary. ഓപ്ഷൻ 2 is the correct answer അല്ലേ. Yes, option 2 is the correct answer. Very good children. Very good, very good, very good. The incorrect method for the synthesis of benzaldehyde. Benzaldehyde in the incorrect method ആണ്. COCl in the presence of H2PDBA-SO4 എന്ന് പറയുന്ന റോസ്മോണ്ട് റിഡക്ഷൻ is this benzaldehyde. That is correct. Next one, നമ്മുടെ COOC2H5 ഡൈബാൾ നമ്മുടെ എസ്റ്ററിന്റെ ആണ്. അതും നമുക്ക് എന്തെന്നെയാണ് കിട്ടുന്നത്, ബെൻസാൽഡിഹൈഡ് തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ toluene in the presence of CrO2 Cl2 നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ. That is also getting benzaldehyde. That is also correct. Cn ലേക്ക് CH3 ഇവിടെ നോക്കുക കേട്ടോ, ഇത് ശ്രദ്ധിക്കാം, ഈ റിയാക്ഷൻ ശ്രദ്ധിക്കാം. അതായത് C ട്രിപ്പിൾ ബോണ്ട് N ലേക്ക് CH3MgBr ആഡ് ചെയ്താൽ തന്നെയാണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഇവിടേക്ക് C ഡബിൾ ബോണ്ട് ഇനി എന്നിട്ട് ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ ഇവിടേക്ക് ഓക്സിജനും ഇവിടേക്ക് വാട്ടറുമാണ് ആഡ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് എന്ത് കിട്ടാത്ത റിയാക്ഷൻ, ബെൻസാൽഡിഹൈഡ് കിട്ടാത്ത റിയാക്ഷൻ. ഓക്കെ, കീറ്റോൺ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ കറക്റ്റ് IUPAC നെയിം ഓഫ് ദ ഫോളോയിങ്. IUPAC നെയിം കറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ 1 2 3 4 5 6. ഓക്കെ, രണ്ടാമത്തെ സ്ഥാനത്ത് നമുക്കൊരു ONE ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ നാലാമത്തെ സ്ഥാനത്ത് ഒരു മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. മൂന്നാമത്തെ സ്ഥാനത്ത് എന്തുണ്ട്, ഒരു ഡബിൾ ബോണ്ടും വന്നിട്ടുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് 4 methyl hex 3En 2ONe, right? 4 methyl hex 3En 2ONe, acetophenone. Yes, yes. Fourth option ആണ് acetophenone. Yes, yes, Hilal. Very good, very good. Option 1 is the correct answer for this question. Okay. Next question like what time is there? Next question, which of the following compound is most reactive electrophilic aromatic substitution? Electrophilic substitution is happening മക്കളെ. ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണമെങ്കിൽ ദാറ്റ് ബെൻസീൻ ഗ്രൂപ്പ് ഹാസ് ടു ബി മോർ ഇലക്ട്രോനെഗറ്റീവ്, റൈറ്റ്, ന്യൂക്ലിയോഫിലിക് ആയിരിക്കണം. Cl എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് പോവുക ചെയ്യാം, അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഡിഫിക്കൽട്ട് ആണ്. NO2 ആകുമ്പോഴും ഇലക്ട്രോൺസ് പോവുക ചെയ്യുന്ന ബെൻസീൻ, അപ്പോൾ ഇലക്ട്രോഫൈൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബെൻസീൻ ആണ്. OH എന്ന് പറയുമ്പോൾ പ്ലസ് M എഫക്റ്റ് ആണ് വരുന്നത്. ദിസ് ഇസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ. Option 4, fourth option, phenol. Yes, Hilal, correct answer. Yes, 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 Meenakshi. Yes, Devu, correct answer. Yes, yes, Makli. The structure of the intermediate A in the following reaction ആണ് ചോദിച്ചിരിക്കുന്നത്. So they have given you the cumene തന്നിട്ടുണ്ട്. നമ്മുടെ ഫിനോളിന്റെ പ്രോസസ് ആണ്. ഫിനോളും അതേപോലെ തന്നെ കീറ്റോൺസിന്റെയും പ്രിപ്പറേഷൻ ആണ്. അതിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്താ വരുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്സിജൻ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സിയിലേക്ക് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഓക്സിജന്റെ 2 ഓക്സിജൻ ആഡ് ആവും, പിന്നീട് CH3 ഇങ്ങനെയായിരിക്കും വരും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. 2 ഓക്സിജൻ ഈ ഹൈഡ്രജന്റെ ഇടയിൽ വരും. സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഇന്റർമീഡിയറ്റ് ആയിട്ട്, ഇന്റർമീഡിയറ്റ് ക്യുമീൻ പ്രോസസ്സിൽ അതേപോലെ നമ്മുടെ ക്രോമിയം കോംപ്ലക്സ് ഉണ്ടല്ലോ, ബെൻസാൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ, അതിലൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോമ്പൗണ്ട് C7H8. C7H8 എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ദാറ്റ് ഈസ് toluene. ഓക്കെ, that has undergo the following reaction. 3Cl2 in the presence of heat. Okay, they are giving you that particular reaction, that particular compound is undergoing Br2 in the presence of iron. Then that particular B is undergoing Zn in the presence of HCl. ചെയ്ത് നോക്കിക്കേ മക്കളെ നിങ്ങൾ തന്നെ.
3Cl2 എന്ന് പറയുമ്പോൾ ഹൈഡ്രജനെ മൊത്തത്തിൽ എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? CCl3 റീപ്ലേസ് ചെയ്യും. അതിലേക്ക് Br2 ഇൻ ദ പ്രസൻസ് ഓഫ് Fe എന്ന് പറയുമ്പോൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ് CCl3 അല്ലെ? സോ CCl3 ഇസ് മെറ്റാ ഡയറക്റ്റിംഗ്, Br നമുക്ക് ആഡ് ചെയ്യും. ഇതിലേക്ക് പിന്നീട് Zn ഇൻ ദ പ്രസൻസ് ഓഫ് HCl എന്ന് പറയുമ്പോൾ റിഡക്ഷൻ ആണ് അണ്ടർഗോ ചെയ്യുന്നത്. Cl ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിഡക്ഷൻ ചെയ്തിട്ട് again they will be undergoing CH3Br. So meta position നമുക്ക് Br ഗ്രൂപ്പ് വരും, which means meta bromo toluene. Option 1. Para alla മെറ്റയാണ് because CCl3 is meta directing, highly meta directing. Okay, whatever is done is correct. CCl3 എന്ന് പറയുന്നത് highly meta directing ആണ് കേട്ടോ. സോ മെറ്റാ പൊസിഷനിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, പാര അല്ല കേട്ടോ, നമുക്ക് പാരയും ഓർത്തയും ഒക്കെ തന്നിട്ടുണ്ട്, മെറ്റാ ഡയറക്റ്റിംഗ് ആണ് അവർ. ഓക്കെ, ഓപ്ഷൻ 1 ആണ് കേട്ടോ. ക്ലിയർ? The most suitable method for the separation of 1:1 mixture of ortho and para-nitrophenol. മക്കളെ, ഓർത്തോനൈട്രോഫിനോളും പാരാനൈട്രോഫിനോളും പാരാനൈട്രോഫിനോൾ എന്ന് പറയുന്നത് ദിസ് ഓർത്തോനൈട്രോഫിനോൾ ഇസ് മോർ വോളറ്റൈൽ, അതായത് മോർ വോളറ്റൈൽ ആണ്. CCl3 മെറ്റ, ഹൗ ടു ഐഡന്റിഫൈ CCl3 ഗ്രൂപ്പ് ആണെങ്കിൽ അവർ മെറ്റാ പൊസിഷനിൽ ഉള്ളതാണ്. 11th നമ്മൾ പഠിക്കുന്ന ഒരു കേസാണ് കേട്ടോ. മെറ്റാ പൊസിഷനിലായിരിക്കും അവർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, സോ ഓർത്തോ പാരാ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർത്തോ ആൻഡ് പാരാ മീൻസ് ഓർത്തോ പറയുമ്പോൾ മോർ വോളറ്റൈൽ ആയിരിക്കും, പാര എന്ന് പറയുന്നത് നോൺ സ്റ്റീം ആയിട്ടുള്ള സംഭവമായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തോ എന്ന് പറയുന്നത് മോർ വോളറ്റൈൽ ആയിരിക്കും, പാര എന്ന് പറയുന്നത് വോളറ്റൈലിറ്റി കുറവായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് ഓർത്തോ കിട്ടും, പിന്നീടാണ് അത് സ്റ്റീം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തോ ആൻഡ് പാരാനൈട്രോഫിൻ. NCERT ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അത് കേട്ടോ. NCERT ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ള ലൈനാണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 CH2 CH2 ദാറ്റ് ഈസ് ഇങ്ങനെയാണ്. ഇതാണ് ഫസ്റ്റ് വൺ. ബ്യൂട്ട് 1 ENE എന്ന് പറയുന്നത്, ബ്യൂട്ടീൻ എന്ന് പറയുന്നത് HBr ഇൻ ദ പ്രസൻസ് ഓഫ് പെറോക്സൈഡ്, ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണ്. അതേപോലെ തന്നെ HBr, നോർമൽ HBr. അപ്പൊ ഇതിന്റെ എന്താ പ്രൊഡക്ഷൻ എന്ന് വരുന്നതാണ് ചോദിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ് എഴുതുകയാണ് CH3 CH2 CH2 CH2Br. ഓക്കെ, സോ അപ്പൊ തന്നെ ഇതും ഈ ഓപ്ഷൻ അല്ല നമുക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് കൺഫ്യൂഷൻ വരിക. CH3 CH ഡബിൾ ബോണ്ട് CH3 ഇങ്ങോട്ടായിരിക്കോ വരുന്നുണ്ടാവും മക്കളെ, ഇങ്ങോട്ടായിരിക്കും വരുന്നുണ്ടാവുക. ദിസ് ഈസ് ഗോയിങ് ടു ബി നെഗറ്റീവ്, ദിസ് ഈസ് ഗോയിങ് ടു ബി പോസിറ്റീവ്. കാർബോ കാറ്റോൺസ് കിട്ടിയാൻ വേണ്ടി. അപ്പൊ ബ്രോമിൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും, which means option 2 is the correct answer. Option 2 ഓമന 2. Yes, Ryan, correct answer. ഷഹന, ഞാൻ കമ്പനി തന്നാ മതിയോ ഷഹനയ്ക്ക്? ഷഹന, ഹലോ, ആരെങ്കിലും കമ്പനി തരും? ഹായ്, മൈസെൽഫ് അനക്ക, കെമിസ്ട്രി ടീച്ചർ, RE-NEETന്റെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. പറയൂ ഷഹന, എന്തൊക്കെയുണ്ട് വിശേഷം? ഓപ്ഷൻ 2 ആണ് മക്കളെ, 3 അല്ല കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ HBr അല്ലേ, അപ്പൊ കാർബോകാറ്റോൺ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യും? സ്മോൾ സ്റ്റേബിൾ ആയിട്ടുള്ള കാർബോകാറ്റോൺ ശ്രമിക്കുക. അപ്പോൾ അവർ റീപ്ലേസ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെയായിരിക്കും? ഇവിടെ കാർബോകാറ്റോൺ ഉള്ള തരത്തിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഓപ്ഷൻ 2 ആണ് കേട്ടോ. ദേവു മനസ്സിലായോ? ദേവുമോൾ മനസ്സിലായോ? എങ്ങനെയാ വന്നേന്ന് മനസ്സിലായോ? നല്ലത് തന്നെ. ഇങ്ങനെ പോകുന്ന പഠിപ്പൊക്കെ മക്കളെ ഞാൻ ശ്രദ്ധിച്ച് കേൾക്കാം. അതായത് ഇവിടെ ലിസൺ കെയർഫുള്ളി. രണ്ടാമത്തെ ക്വസ്റ്റൻ ആണ് നിങ്ങൾക്കൊക്കെ കൺഫ്യൂഷൻ വരിക. CH3 C ഡബിൾ ബോണ്ട് CH3 CH3 ഇങ്ങനെയാണ് പ്രോസസ്സ് തന്നിരിക്കുന്നത്.
നമ്മുടെ തന്നിരിക്കുന്നത് HBr എന്ന് പറയുന്നത്. നമുക്കറിയാം ഇത് ഒന്നുമില്ലെങ്കിൽ, അതായത് അഡീഷൻ എന്ന് പറയുന്നത് ദേ വിൽ ബി ഫോളോയിങ് ത്രൂ ദി മാർക്കോനിക്കോസ് റൂള്, കാർബോകാറ്റോൺ ഫോം ചെയ്യണം അല്ലേ. കാർബോകാറ്റോൺ ഫോം ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഐതർ ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് നടക്കും, ഇങ്ങോട്ടുള്ള ഷിഫ്റ്റ് നടക്കും, ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അതായത് കാർബോകാറ്റോൺ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള നടക്കുക, വിച്ച് മീൻസ് ഇവിടെ കാർബോകാറ്റോൺ ഫോം ചെയ്യണം. അതിനർത്ഥം ഏത് ഷിഫ്റ്റ് ആയിരിക്കും, അതായത് ആ ബോണ്ട് എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. ബോണ്ട് എന്ന് പറയുന്നത് CH ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ. ഈ ബോണ്ട് എന്ന് പറയുന്നത് ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും. അപ്പോഴല്ലേ ഇത് ടെർഷ്യറി കാർബോകാറ്റോൺ ആവുന്നുള്ളൂ. ഇങ്ങനെയാണെങ്കിൽ ഇത് സെക്കൻഡറി കാർബോകാറ്റോൺ ആണ് വരിക. അതായത് ഇവിടേക്കാണ് ഷിഫ്റ്റിംഗ് നടന്നതെങ്കിൽ, ഇവിടേക്കാണ് പോസിറ്റീവ് ചാർജ് വന്നെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി സെക്കൻഡറി കാർബോകാറ്റോൺ, ദാറ്റ് ഇസ് സ്റ്റേബിൾ ഓൺലി. ബട്ട് ഇവിടെ ആണെങ്കിൽ ടെർഷ്യറി ആണ്. ടെർഷ്യറി കാർബോകാറ്റോണിലേക്ക് പോയി ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് മാർക്കോനിക്കോസ് റൂള്, കാർബോകാറ്റോൺ സ്റ്റെബിലിറ്റി. സോ ദിസ് ഇസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? ഹിലാൽ എന്ത് പറ്റി ഹിലാൽ? വാട്ട് വാസ് യുവർ ക്വസ്റ്റ്യൻ മാം? ഐ നീഡ് യുവർ ഓട്ടോഗ്രാഫ്. എന്താ പറ്റി ഹിലാൽ? ഡു വൺ തിങ്, ഐ ആം ജസ്റ്റ് ടെല്ലിംഗ് ഇൻ ദിസ് ലൈവ് itself. Get into NEET. I mean, crack the NEET. Get into a good college. Please do tell me then. അപ്പോൾ ഞാൻ വന്നിട്ട് നിനക്ക് I will definitely come to Himachal Pradesh. I mean Jammu Kashmir because it's one of my bucket list place ആണ്. So I will call you that time and we will meet. Okay? മാമിന് സുഖമല്ല. മാം സൂപ്പറാണ്, മാം സൂപ്പറാണ്. വിശന്നിട്ട് വയ്യ. മേജർ പ്രൊഡക്റ്റ് ഓഫ് A and B. ഓക്കെ, A and B. മേജർ പ്രൊഡക്റ്റ് ഓഫ് A and B. മനസ്സിലായി? വൺസ് മോർ എന്ന് പറഞ്ഞ ഓമനയ്ക്ക് മനസ്സിലായോ? ഓമന എനിക്ക് അറിയില്ല കേട്ടോ മക്കളെ, നിങ്ങൾ എന്താണോ പേര് കൊടുത്തിരിക്കുന്നത് ദാറ്റ് നെയിം ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. ഓക്കെ, ഐ എം നോട്ട് ഷുവർ ദാറ്റ് ദറ്റ്സ് റിയൽ നെയിം ഓർ നോട്ട്. ഓമന എന്ന് പറഞ്ഞിട്ടുള്ള നെയിമാണ്. യെസ് അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ മക്കളെ, മേജർ പ്രൊഡക്റ്റ് A and B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട് വിൽ ബി ദ മേജർ പ്രൊഡക്റ്റ്? ഇവിടേക്ക് I വരും, ഇവിടേക്ക് H വരും, CH3OH എന്ന് വരും. And they will be giving you CH3I, which means option 2. Option 2. Yes. Okay, Hilal, I am waiting. ഈ വീഡിയോ എനിക്ക് അതായത് ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്, മിസ് ഇത്ര മാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് മിസ്സിന് മൈ നെയിം ഇസ് കൃഷ്ണ. ഓക്കെ കൃഷ്ണ, ഓക്കെ നിങ്ങൾക്കൊക്കെ ഇത്ര മാർക്ക് ഉണ്ട് മിസ് RE-NEET എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് you guys have to contact me. Okay? We will connect. Somehow we can connect. No issues. Hilal. Your name is Hilal itself, na? ഇവിടെ എല്ലാവരും പേര് ഈ പറഞ്ഞിരിക്കുന്നതല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ കൃഷ്ണ ഉണ്ട്, ഷഹാന, Devu is real name I guess. Meenakshi is the correct name I guess. Rayan is the correct name I guess, right? Okay, next question. PHMGBr അതായത് ഫിനൈൽ ഗ്രൂപ്പ് ആണ് മക്കളെ. നമ്മുടെ ബെൻസൈലിലേക്ക് MgBr in the presence. ഓ ഇത് വളരെ എളുപ്പമാ. ഇതിലേക്ക് അവർ C ഡബിൾ ബോണ്ടോ എന്താ കിട്ടുക? അത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ. ബെൻസോയിക് ആസിഡ് കിട്ടും. B എന്ന് പറയുന്നതല്ലേ ചോദിച്ചിരിക്കുന്നത്? ബെൻസോയിക് ആസിഡ്. How can I connect you? How can we connect? We will connect. We can connect it. You can just see when you get good marks now, you will definitely come and tell in the PW, right? Correct? You guys are going to tell about the PW. You guys are going to tell about you guys are going to chat or something, comment or something on the app, right? We can connect. There's a lot of me. My name is Prakriti. Okay, Prakriti. What's your name? Prakriti. Nice name. Good name. Prakriti. Okay. Major product is B2H6 in the presence of hydrogen peroxide bar OH minus. Major product എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മേജർ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. B2H6 അല്ലേ മക്കളെ? B2H6 എന്ന് പറയുമ്പോൾ ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണ് ഗൈസ്. ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണെങ്കിൽ we will be getting OH here, right? So option 4 is the correct answer. Option 4. Yes. അല്ലേ? ഓപ്ഷൻ 4. എത്രയും സമയം എൻ്റെ ഭഗവാനെ. 9:45 മിസ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് തരാം. I will give you 5 minutes of break at 9:45. Okay? പക്ക. We are almost towards the end. Which of the following give bad smell when treated with the CHCl3? CHCl3 ആണ് bar KOH. CHCl3 ആണ് which is നമ്മുടെ കാർബമൈൻ റിയാക്ഷൻ പ്രൈമറി അമീൻസിന്റെ ടെസ്റ്റിന്. സോ പ്രൈമറി അമീൻസ് തന്നിരിക്കുന്നവയിൽ ഏതാ മക്കളെ? പ്രൈമറി അമീൻസ് ഓൺലി 1. Correct. Option 1 is the correct answer. Yes, Prakriti. Nice name, Prakriti. Nice name, Prakriti.
Prakriti. Okay, nature. Nice name. So, which of the following give bad smell, makle? ഏതായിരിക്കും primary amine ആയിരിക്കും അല്ലേ? Yes, primary amines. Next, compare the rate of the SN1 reaction. SN1 reactions എന്ന rate നോക്കുക. വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ. A is greater than B is greater. ഇതിനൊന്നും നമ്മുടെ സമയം ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കണ്ടാണല്ലോ റയർ ആണ്. റീനീറ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യാന്ന് കരുതിക്കോളൂ. ഓക്കെ, സോ ഇങ്ങനത്തെ ക്വസ്റ്റൻ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതൊന്നും സമയം വേസ്റ്റ് ചെയ്യരുത്. A greater than B greater than C വേറെ ഒന്നും നോക്കാല്ല ഇതില്. ഓക്കെ, ABC ആണ് വരിക, ACB അല്ല. Give the product of the following reaction sequence. ഇതുകൂടി കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം കേട്ടോ മക്കളെ. Give the product. ഇത് എളുപ്പമാണ്. ബെൻസീനിലേക്ക് HNO3 in the presence of നൈട്രോബെൻസീൻ കിട്ടും. നൈട്രോബെൻസീനിലേക്ക് റിഡക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആനിലിൻ കിട്ടും. ആനിലിനിലേക്ക് നമ്മൾ NaNO2 ബാർ HCl CuCN എന്ന രീതിയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് CN കിട്ടും. ഓക്കെ, CNലേക്ക് MgBr ആഡ് ചെയ്യുമ്പോൾ we will be getting COCH3, റൈറ്റ്? പിന്നെന്താ ചോദിച്ചിരിക്കുന്നത്? എത്ര ചോദിച്ചിട്ടുള്ളൂ? ഓപ്ഷൻ ഡി, ഓപ്ഷൻ 2. ബി ഓപ്ഷൻ എ അല്ല മക്കളെ, ബി ഓപ്ഷൻ ആണ് ഹിലാൽ, ബി ഓപ്ഷൻ. മാം നെയിം എന്താ? എൻ്റെ പേര് അനഘ, ANAKH, അനഘ. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റൻ കൂടി ചെയ്യാവേ, എന്നിട്ട് മിസ് ബ്രേക്ക് തരാം. ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ. നമ്മുടെ ഒരു ആസിഡ് തന്നിട്ടുണ്ട്, COH എന്ന് പറയുന്ന ആസിഡ് ഗ്രൂപ്പിലേക്ക് അമോണിയ ആഡ് ചെയ്യാണ്. അമോണിയ ആഡ് ചെയ്ത A കിട്ടുന്നുണ്ട്, അതിലേക്ക് നമ്മൾ സ്ട്രോങ് ഹീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ B കിട്ടുന്നുണ്ട്. ബിയിലേക്ക് സ്ട്രോങ് ഹീറ്റ് അല്ല A ഹീറ്റ് ചെയ്ത B കിട്ടുന്നുണ്ട്, ബിയിലേക്ക് സ്ട്രോങ് ഹീറ്റിംഗ് ചെയ്ത C കിട്ടുന്നുണ്ട്. അമോണിയ ആഡ് ചെയ്യുമ്പോൾ A എന്ന് പറയുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി CONH4 അല്ലെ? അതായത് ഇന്റർമീഡിയറ്റ് ആണ്. അതിലേക്ക് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് മക്കളെ? നമുക്ക് അതിലേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി അമൈഡ്, CONH2. ഇതിലേക്ക് സ്ട്രോങ് ഹീറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു നൈട്രജൻ, അതായത് ഒരു NH2 റിമൂവ് ആയിട്ട് ദേ വിൽ ബി ഗെറ്റിംഗ് CO. NH3 റിമൂവ് ആയിട്ട് പോകും. ഫൈത്താലമൈൻ. യെസ്, ഓപ്ഷൻ 1. C അല്ലേ ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ 1 ഫൈത്താലമൈൻ. കിട്ടിയോ? അനഘ എൻ്റെ ഫ്രണ്ടിന്റെ നെയിം. ഓക്കെ, അനന്യ, ജോണനു, ഹായ്, ഹലോ, ഞാനിവിടെ ഉണ്ട്. ഓക്കെ മക്കളെ, സെറ്റ് അല്ലേ? ഓക്കെ, സോ 9:14 കം ബാക്ക് ബൈ 9:50 കേട്ടോ. നമ്മൾ തീർക്കാം, നമ്മളൊരു 10:45 ആകുമ്പോഴേക്കും തീരും കേട്ടോ. 9:50 വായോ, വേഗം വായോ.
നമ്മൾ ലേറ്റ് ആയി പോയി. 5 മിനിറ്റ്. അയ്യോ മക്കളെ എത്തിയോ? എവിടെയാണ്? Which of the following is incorrect statement? Okay, which of the following is the incorrect statement? I hope everyone is there. Which of the following is incorrect statement ആണ് ചോദിച്ചിരിക്കുന്നത് അവര്. Orthonitrophenol has intramolecular hydrogen bonding, which is actually true. Hydrogen bonding is maximum in solid state and minimum in the hydrogen gaseous bond state. That is also true. Water molecule shows intramolecular hydrogen bonding. That is also true. Hydrogen bonding is seen between two least electronegative elements. Ano? Two least ano? Allah. This is the incorrect statement. Edanu incorrect statement aayittu vanda option 4 is the correct answer. Okay. Which CFT configuration of the potassium ferricyanide is? Potassium ferricyanide ennu parayunnathu K3FeCN6 aanu. K3FeCN6 being K3FeCN6, we can say that, one minute. K3FeCN6, we can say that Cn ennu parayunnathu strong field ligand aanu. Fe ennu parayunnathu +3 oxidation state ആകുമ്പോൾ T2G5 Eg0 അല്ലേ? എവിടെ ഓടി വായോ മക്കളെ? എന്താണ് ആരും കാണുന്നില്ലല്ലോ, ഒക്കെ ഉറങ്ങിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Select the correct Select the correct matching ആണ്. XeF5 മൈനസ് തന്നിട്ടുണ്ട്, ICl2 മൈനസ്, H3O പ്ലസ്, XeOF4. XeF5 മൈനസ് എന്ന് പറയുന്നത് മക്കളെ സെനോണിന്റെ ചുറ്റും 8 ഇലക്ട്രോൺസ് ആയിരുന്നു. ഈ മൈനസ് എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 9 ഇലക്ട്രോൺസ് ആയിട്ടാണ് മാറുന്നത് അല്ലെ? സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് sp3d2 എന്ന രീതിയിലേക്കാവും. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ കറക്റ്റ് ആൻസർ? sp3d2 XeF5 എന്ന് പറയുമ്പോൾ we can say that this is going to be pentagonal planar in structure. Okay, ICl2 എന്ന് പറയുന്നത് that is going to be linear in structure അല്ലെ? ICl2 മൈനസ് എന്ന് പറയുന്നത്. So the option 2 is going to be the correct answer. DC. Option 2 is the correct answer അല്ലെ? Yes, option 2 is the correct answer. Select the correct statement ആണ് correct match ആയിട്ടുള്ളത്. Option 2 is the correct answer. I hope that is clear for everyone. Next question. Match the column 1 with the match the column 2. Okay, an element which show +8 oxidation state. +8 oxidation state കാണിക്കുന്നവ ആരാണ്? OS അല്ലെ? osmium. 3D series element that can show up to +7 oxidation state is manganese. Okay, 3D series element which highest oxidation state is chromium. So 1 gives C. appo thanne option E. Option 1. Okay no? Next question. Yes. Next question makle. In case of isoelectronic species, the size of F minus Na plus is affected by. F minus Ne and Na plus is affected by. Size ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. Size ആണ് ചോദിച്ചിരിക്കുന്നത്. So principal quantum number ആണോ? None of the factors because their size is the same. Electron interaction in the outer orbitals, nuclear charge. അതായത് സൈസ് എങ്ങനെയാണ് നമുക്കറിയാം. Fe മൈനസും എന്നെയും Na പ്ലസ് ആകുമ്പോൾ Na പ്ലസിനായിരിക്കും സൈസ് കുറവുണ്ടാവുക നമുക്കറിയാം. അതിന്റെ റീസൺ എന്തായിരുന്നു? അതിന് സൈസ് കുറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ടാണ്. സോ വാട്ട് വിൽ ബി ദ റീസൺ ഫോർ ദാറ്റ്? ന്യൂക്ലിയർ ചാർജ് ഇസ് ഗോയിങ് ടു ബി ദ റീസൺ. മനസ്സിലാവുന്നുണ്ട്? ഹിലാൽ, മീനാക്ഷി, അയ്യോ അമ്മയുടെ പേരെന്തായിരുന്നു? കൃഷ്ണ, പ്രകൃതി, എല്ലാവർക്കും എനിക്ക് കുറച്ച് പേരുടെ പേര് മാത്രമേ ഓർമ്മയുള്ളൂ. പേര് ഞാൻ വിളിക്കുക കേട്ടോ. മാമനോടൊന്നും തോന്നരുതേ. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് ആണ് കേട്ടോ മക്കളെ. നൺ ഓഫ് ദിസ് ഫാക്ടർ ബിക്കോസ് their size is the same. Their size is not the same. Electron interaction in the outer orbitals, principal quantum number, no. Nuclear charge is the correct option. Next question. 2 butene in the presence of B2H6, they are giving A. That particular A is undergoing K2Cr2O7 ആയിട്ട് undergo ചെയ്യാണ്. So butene, 2 butene. അതായത് അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. സിമെട്രിക്കൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണല്ലോ. K2Cr2 secondary alcohols alle. Secondary alcohols, when they undergoing they will give you butanol, method to propybutene.
സെക്കൻഡറി ആൽക്കഹോൾസ് അല്ല. സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ ബ്യൂട്ടണൺ, പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ ആൽഡിഹൈഡ്സ്. സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കീറ്റോൺസ് ആണ്. സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കീറ്റോൺസ്, പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ ആൽക്കഹോൾ, പക്ഷെ ആൽഡിഹൈഡ്. എടാ, പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ കീറ്റോൺസ്. ഓപ്ഷൻ 4. യെസ്. What is a major product of the following reactions? Okay, you have given the reaction. This is given as HBr ആണ്. അപ്പൊ നമുക്കറിയാം HBr ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, they will be നമ്മുടെ OH ആദ്യം റീപ്ലേസ് ആവുന്നുണ്ട്. എന്നിട്ട് എന്താ സംഭവിക്കുന്നുണ്ടാവുക മക്കളെ? പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എവിടെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഏതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് ചെയ്യണേ. ഇത് 3 3 9 ആണ്. യെസ്, ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3. ഇത് എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെന്റ് നടക്കുക ചെയ്യുന്നത് അല്ലെ? കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ് നടക്കും. ഇവിടേക്കാണ് റീഅറേഞ്ച്മെന്റ് വന്നിട്ടുണ്ടാവുക അല്ലെ? മോർ ദാൻ ദിസ്, ഇത് സെക്കൻഡറി ബെൻസൈൽ കാർബോകാറ്റോൺ ആണെങ്കിൽ പോലും ദിസ് ഇസ് മോർ പോസിറ്റീവ്, ദിസ് ഇസ് മോർ സ്റ്റേബിൾ കാർബോകാറ്റോൺ. സോ അതിലേക്കാണ് ബ്രോമിൻ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ് മീനാക്ഷി, യെസ് കൃഷ്ണ, കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ഓക്കെ, CH3Cl ഇൻ ദ പ്രസൻസ് ഓഫ് AgCN3. AgCN എന്ന് പറയുമ്പോൾ നമുക്കറിയാം CH3NC എന്ന് വരും. അതിലേക്ക് H2 ഇൻ ദ പ്രസൻസ് ഓഫ് പലേഡിയം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? We will be getting CH3 NHCH3 ഡൈമീഥൈൽ അമീൻ എന്നത് കിട്ടും അല്ലെ? ഡൈമീഥൈൽ അമീൻ. യെസ്, ഓപ്ഷൻ സി. യെസ്, റീഅറേഞ്ച്മെന്റ് ഓഫ് കാർബോകാറ്റോൺ, ഡൈമീഥൈൽ അമീൻ. മറ്റേതിൽ അല്ലേ? ഓക്കെ ഓക്കെ, ഡൈമീഥൈൽ അമീൻ. കിട്ടിയോ മക്കളെ? ക്ലിയർ ആണോ? യെസ് യെസ് ഹിലാൽ, വെരി ഗുഡ് വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഞാനിവിടെ അറിയാതെ എഴുതിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് വാട്ട് ഐ വിൽ ഡു നൗ, ഐ വിൽ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ്. ഇവിടെ ഇരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ മക്കളെ, the question is you have given with this particular compound. okay, അതിൽ എക്സസൈഡിൽ CH3MgBr ആഡ് ചെയ്തിട്ടുണ്ട്. ലിസൺ കെയർഫുള്ളി. ഞാൻ ഈ കോമ്പൗണ്ട് എന്ന് വരയ്ക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് ആക്ച്വലി നമ്മുടെ എസ്റ്റർ ആണ്, എസ്റ്റർ കോമ്പൗണ്ട് ആണ്. ഞാനൊന്ന് വരയ്ക്കുകയാണ്. CH3C ഡബിൾ ബോണ്ട് O CH2 CH3. ലിസൺ കെയർഫുള്ളി. നൗ CH3MgBr ആഡ് ചെയ്യാണ് എക്സസൈഡ്. CH3MgBr എക്സസൈഡ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് മൈനസ് ആവും, ഇത് പ്ലസ് ആയിരിക്കും. അപ്പൊ ഇത് ഇവിടേക്ക് നമ്മൾ ഈ ബോണ്ട് ഷിഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത്, അതായത് ബോണ്ട് ഷിഫ്റ്റിംഗ് ഇവിടേക്ക് ഈ സംഭവം ഇതാവണമെങ്കിൽ ഇങ്ങടെ ഈ ബോണ്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നേക്കാൾ മുമ്പ് ഇതെന്ന് പറയുന്നത് നമ്മുടെ CH3 ETO മൈനസ് ആയിട്ട് റിലീസ് ആവുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് എ വെരി ഗുഡ് ലീവിംഗ് ഗ്രൂപ്പ്. സോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് CH3C ഡബിൾ ബോണ്ട് O CH3 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ എന്തായിട്ടാണ് മാറുന്നത്? നമ്മുടെ പ്രൊപ്പനോൺ ആയിട്ട് മാറും. ഈ പ്രൊപ്പനോണിലേക്ക് എക്സസൈഡിലെ CH3MgBr ആണ്. അപ്പൊ വീണ്ടും ഈ ഓക്സിജൻ എന്ന് പറയുന്ന CO ഗ്രൂപ്പ് എന്തായിട്ട് മാറുന്നുണ്ടാവും? OH ആയിട്ട് മാറും. സോ CH3COH CH3 എന്ന രീതിയിലേക്ക് വരും. വിച്ച് മീൻസ് ഐ ക്യാൻ സേ ദാറ്റ് ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി ഓപ്ഷൻ 3, മെത്തേഡ് പ്രൊപ്പൻ. ഒരു മിനിറ്റ്, did I made any mistake here? വീണ്ടും CH3Br ആഡ് ചെയ്യലോ. സോ CH3Br വീണ്ടും ആഡ് ചെയ്യുമ്പോൾ മക്കളെ CH3Br വീണ്ടും ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് കിട്ടും 2-methyl മെത്തേഡ് പ്രൊപ്പൈൻ 2-ol, 2-methyl propane 2-ol. ഓപ്ഷൻ 3. What was your question, Hilal? I didn't see your question. What was your question? Tertiary butyl alcohols. ഓപ്ഷൻ 3 കിട്ടിയോ മീനാക്ഷി? എങ്ങനെയാ മനസ്സിലായോ? ഫസ്റ്റ് വൺ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ OET എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും? അത് ലീവിംഗ് ഗ്രൂപ്പ് ആയിട്ട് പോവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ഈ ONE ഗ്രൂപ്പ്
നമ്മുടെ പ്രൊപ്പനോൺ കിട്ടും. ഈ പ്രൊപ്പനോണിലേക്ക് വീണ്ടും XCH3MgR പറയുമ്പോൾ അതിലേക്ക് വീണ്ടും എന്താണ് പ്രൊപ്പനോണിലേക്ക് ആഡ് ചെയ്യാണ്. പ്രൊപ്പനോണിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ടെർഷ്യറി ആൽക്കഹോൾസ് കിട്ടുന്നുണ്ട്. 2-methyl propane 2 കിട്ടും. ക്ലിയർ ആണ്? ഓപ്ഷൻ 3 is the correct answer. മനസ്സിലായോ മക്കളെ? നല്ല ക്വസ്റ്റ്യൻ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ മിസ്. CH3CN in the presence of X. ഹൈഡ്രോളിസിസ് X കിട്ടിട്ട് A കിട്ടുന്നുണ്ട്. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് കിട്ടുന്നുണ്ട് കേട്ടോ. ആൽഡിഹൈഡ് ആണ്. അതേപോലെ തന്നെ വൈന്റെ പ്രസൻസിൽ B കിട്ടുന്നുണ്ട്. ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കീറ്റോൺസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ആൽഡിഹൈഡ് കിട്ടാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് CH3CN എന്തോ ചെയ്തിട്ട് എക്സും വൈ ആണ് അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. എക്സും വൈയും. ഓക്കെ, എക്സും വൈയും ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണ്? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. വിച്ച് മീൻസ് ഐ ക്യാൻ സേ ദാറ്റ് CH3CN എന്ന് പറയുന്നത് സാനസ് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? മക്കളെ? ആൽഡിഹൈഡ് കിട്ടുന്നില്ലേ? സ്റ്റീഫൻ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ യെസ്. പിന്നെ വൈ എന്ന് പറയുന്നത് CH3COCH3 ആവണമെങ്കിൽ CH3CN ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. CH3MgBr ആഡ് ചെയ്താൽ പോലെ നമ്മൾ തൊട്ട് മുമ്പത്തിൽ കണ്ടു. CH3MgBr ആണെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഡബിൾ ബോണ്ട് ഓക്സിജൻ ആവും, ഇവിടെ ഒരു CH3 ആവും അല്ലെ? CH3COCH3 ആയിട്ട് മാറും. which we are getting. So option 2 is the correct answer. Option 2 is the correct answer. കിട്ടുന്നുണ്ടോ മക്കളെ? ചെയ്യാൻ കിട്ടുന്നുണ്ടോ? ഓക്കെ അല്ലേ? സ്റ്റീഫൻ റിയാക്ഷൻ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. CH3 triple bond CH dilute H2SO4 നും HgSO4 പ്രസൻസിൽ നമുക്കൊരു റിയാക്ഷൻ കിട്ടുന്നുണ്ട്. അതിലേക്ക് I2 in the presence of NaOH ആഡ് ചെയ്യുന്നുണ്ട്. എന്താണ് എയും ബിയും സിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എയും ബിയും സിയും ഉണ്ടോ? എയും ബിയും ആണ് കേട്ടോ, സി ഇല്ല കേട്ടോ മക്കളെ. എയും ബിയും എന്താണ്? നമുക്കറിയാം ആൽക്കൈൻ YNEയിലേക്ക് HgSO4 in the presence of H2SO4 ആഡ് ചെയ്യുകയാണെങ്കിൽ we will be getting എന്തായിരുന്നു? നമുക്കൊരു ഇനോഡ് കിട്ടിയിട്ട് അതിന് കീറ്റോൺസ് കിട്ടുന്നുണ്ട്. അതായത് CH3COCH3. ഇതിലേക്ക് I2 in the presence of NaOH എന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ആവുക ചെയ്യുന്നത്. വിച്ച് മീൻസ് CH3I plus CH3COONA എന്ന രീതിയിലേക്ക്, അതായത് NaOHലെ ONA എന്ന് പറയുന്നത് ഇവിടെ ജോയിൻ ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് CH3I ആയിട്ടാണ് കിട്ടുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് CH3COCH3 CH3I അല്ലേ? ഏതാ വരുന്നേ? Did I make any mistake here? I2 അല്ലേ? സോ CHI3 അല്ലേ വരിക? I3 ആണ് മക്കളെ. ഓപ്ഷൻ 3 യെസ്. ക്ലിയർ ആണോ? ഓപ്ഷൻ 3 അല്ലേ വരുന്നേ? അല്ലേ മീനാക്ഷി? കറക്റ്റ് അല്ലേ? Good shave. Yes. Structure of the glycogen is similar to എന്തിന്റെ structure of the glycogen is similar to structure of the glycogen is similar to what? Yes. Structure of the glycogen എന്തിനോട് സിമിലർ ആ മക്കളെ? അമിലോപെക്റ്റിൻ അല്ലേ? അമിലോപെക്റ്റിൻ. യെസ്. KBFC ഫാൻ, RCB എന്നൊക്കെ കാര്യങ്ങളല്ലേ? A tertiary butyl carbocation is more stable than a secondary butyl carbocation because of which of the following? Tertiary ആണ്, അതായത് tertiary butyl carbocation എന്ന് പറയുന്നതാണ് കൂടുതൽ സ്റ്റേബിൾ എന്ന് പറയുന്നത് ജസ്റ്റ് ബ്യൂട്ടൈൽ കാർബോകാറ്റോണിനെക്കാട്ടിലും അല്ലെ? സെക്കൻഡറി ബ്യൂട്ടൈൽ കാർബോകാറ്റോണിനെക്കാട്ടിലും tertiary butyl carbocation ആണ് മോർ സ്റ്റേബിൾ. നിങ്ങൾക്ക് അറിയണ്ട.
അത് എന്ത് എഫക്റ്റ് ആണെന്നാണ് ചോദിക്കുന്നത്. പ്ലസ് ആർ ഓഫ് CH2 എഫക്റ്റ് ആണോ? മൈനസ് ആർ ഇല്ല, പ്ലസ് ആർ മൈനസ് ഐ എഫക്റ്റ് വരില്ല. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹൈപ്പർ കോൺജുഗേഷൻ. മക്കളെ ഹൈപ്പർ കോൺജുഗേഷന്റെ ആണ് വരുന്നത് കേട്ടോ. ഹൈപ്പർ കോൺജുഗേഷൻ കാരണമാണ് tertiary butyl carbocation is more stable than the secondary butyl carbocation ആയിട്ട് വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി ഹൈപ്പർ കോൺജുഗേഷൻ. മോർ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് അല്ലേ വരുന്നേ. സോ അതുകൊണ്ടാണ് ആൽഫ ഹൈഡ്രജൻ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് they have having more stability. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട്. The transition metals and their compounds are known for their catalytic activity due to their ability to adopt multiple oxidation state and to form the complexes. First question, first point. Interstitial compounds are those that are formed when small atoms like hydrogen, carbon. See, first point ഞാൻ പറയാണ്. The transition metals and their compounds are known for their catalytic activity due to their ability to adopt multiple oxidation state. Yes, multiple oxidation state ഉണ്ടാവുന്നതുകൊണ്ടാണ്. Incorrect, correct ആണ്. Interstitial compounds are those that are formed when small atoms like hydrogen, carbon, nitrogen are trapped. That is also true for the interstitial compound. Oxidation state of CrO2 2- and Cr almost not same. CrO4 2- എന്ന് പറയുമ്പോൾ 8, 8 minus 2 is 6. Cr2O7 എന്ന് പറയുമ്പോൾ 2x that is also 6 now. Plus 6 അല്ലേ രണ്ടും വരുന്നത്. This is the wrong statement. Both are same. Both are same actually. Option C ആണ് കേട്ടോ. Option C ആണ്. Both are same. Yes, yes. Both are same മക്കളെ. അല്ലേ പ്ലസ് 6 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലേ രണ്ടിനും വരുന്നേ. 12 വരും, 6 വരും, plus 6 oxidation state. Okay, next question. Option C ആണ് കേട്ടോ. Identify the X in the following compounds. They have given you CH3, Cl2, okay, in the presence of അത് സൺലൈറ്റിന്റെ പ്രസൻസിൽ X തരുന്നുണ്ട്, അതിൽ നിന്ന് H2O തരുന്നുണ്ട്, CHO. അത് ആൽഡിഹൈഡ് ആയിട്ടാണ് മാറുന്നത്. ഇത് എന്താ സംഭവിക്കുന്നുണ്ടാവുക? Cl2 ആകുമ്പോൾ Cl2 എന്ന് കിട്ടും അല്ലെ. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി. മക്കളെ അത് CCl3 എപ്പോഴാ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. CCl3 എപ്പോഴാ വരിക വെച്ചാൽ 3Cl2 കൊടുക്കുവാണെങ്കിൽ, ഇഫ് ഇറ്റ് ഇസ് 3Cl2 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് CCl3. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ Cl2 ആണ് തന്നിരിക്കുന്നത്, 3Cl2 അല്ല, Cl2 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ CH2 is the intermediate. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? Yes, both as expressed. Yes, Hilal is little slow. I guess the internet there is little slow. Actually, where are you from? Jammu Kashmir now? Which place in Jammu Kashmir, children? I mean, Hilal? Yes, 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 yes. Next question, the number of sigma and pi bonds present in pent2en 4yne. Pent2en. Method the propagate pent. രണ്ടാമത്തെ സ്ഥാനത്ത് ഡബിൾ ബോണ്ട്. ഒന്ന്, രണ്ട്, മൂന്ന്, 4, 5, 6, 7, 8, 9. പത്ത് സിഗ്മ ബോൺസും 1, 2, 3, 3 പൈ ബോൺസും. ഓപ്ഷൻ എ. What was your question, Hilal? I don't know your question. I didn't get your question. എന്തായിരുന്നു? What was the doubt? Okay. The correct order of the basic strength of methyl substituted amine and aqueous solution. Methyl substituted ആയിട്ടുള്ള amines ആണ് ചോദിക്കുന്നത്. Methyl substituted aqueous solution ആണ്. Aqueous solution you know that എന്തായിരുന്നു aqueous solution മക്കളെ? ആദ്യം secondary, then primary, then tertiary അല്ലെ. Secondary, primary, tertiary. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. Option A is going to be the correct answer, right? CH3 twice NH, CH3 NH2, CH3 thrice N. What was your doubt, Hilal? Srinagar. Okay, you're from Srinagar. Nice place.
ഡബിളും ട്രിപ്പിളും വന്ന ഇങ്ങനെയാണ് നെയിമിങ്. ആദ്യം പെന്റ് 2Ne, അതായത് ഡബിൾ ബോണ്ടിന് കൊടുക്കും, പിന്നീട് ട്രിപ്പിൾ ബോണ്ട് ആയിട്ട് എഴുതും. മറന്നുപോയി. The major product of the following reaction. Okay, phythalamine in the presence of ammonia, they will be giving you what? Strong heating already ചെയ്തു. നമ്മളിപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ? അമോണിയ നമ്മൾക്ക് റിലീസ് ആയിട്ട് CONH എന്ന രീതിയിലേക്ക് കിട്ടും, which means option B is the correct answer, right? Next question പറയട്ടെ. Option B. Okay, next question. Identify P, Q and R in the following reaction. They have given you anhydrous SaLaCl3 CH3. അതായത് P എന്ന് പറയുന്നപ്പോൾ എന്തായിരിക്കും മക്കളെ? ഇതിലേക്ക് നമ്മൾ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ്. പോസിറ്റീവ് ചാർജ് ഇവിടെ വരും, ആ കാർബോകാറ്റോൺ റീഅറേഞ്ച്മെന്റ് നടന്നിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ടാവുക? They will be giving you the cumene. ഇതിലേക്ക് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? ആ CHന്റെ അപ്പുറത്ത് OOCH3 ആയിട്ട് പോകും. പിന്നീട് അതിലേക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ടാവുക? We will be getting the phenol, അല്ലെ? ഫിനോൾ കിട്ടുന്നുണ്ടായിരിക്കും, OH എന്നായിട്ട് ഫിനോൾ കിട്ടുന്നുണ്ടായിരിക്കും, അതേപോലെ തന്നെ CH3 COCH3 കിട്ടുന്നുണ്ടായിരിക്കും. So I can say that option D is going to be the correct answer. Option D. Yes, 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 yes. Option D. Yes, yes. Very good children. ആദ്യം ക്യുമീൻ കിട്ടും. Next question. A compound A on treatment gives Na. Okay, A on treat with Na gives B. Okay. And with PCl5 gives C. B and C to react together, diethyl ether കിട്ടുന്നുണ്ട് കേട്ടോ. ABC എന്താ ചോദിച്ചിരിക്കുന്നത് മക്കളെ? Na ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്, എന്നിട്ട് B കിട്ടുന്നുണ്ട്. അതായത് Na ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് B കിട്ടണമെങ്കിൽ നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതായത് CH3CO, CH3 2H5O Na ആവാനാ ചാൻസ്, which means നമുക്ക് പറയാൻ പറ്റും C2H5OH. When they react with the sodium, they will be giving you C2H5O Na. അതിലേക്ക് നമ്മൾ PCl5 അല്ലേ, and gives B with PCl5 gives C. B and C react together. B യും C യും കൂടി react together. We will be getting diethyl ether ആണ് കിട്ടുന്നത്, which means option D is going to be the correct answer. അല്ലേ? D ഓപ്ഷൻ ആണ്, B ഓപ്ഷൻ അല്ല, D ഓപ്ഷൻ ആണ്. ഇത് Cl5 ആയിട്ട് കിട്ടുമ്പോൾ C യും കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇത് തന്നെ C2H5Cl ആ കിട്ടുന്നത്. സോ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൈഈഥൈൽ ഈഥർ കിട്ടുന്നത്. അതായത് ഈ A എന്ന് പറയുന്നത് നമ്മുടെ Na ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ B എന്നും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഈ പെർട്ടിക്കുലർ A എന്ന് പറയുന്നത് PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ C യും കിട്ടുന്നുണ്ട്. ഇത് രണ്ടും കൂടി B യും C യും കൂടി റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈഥർ കിട്ടുന്നത്, C2H5O C2H5, അതായത് ഡൈഈഥൈൽ ഈഥർ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ക്ലിയർ ആണോ ഹെർക്കുലസ് മാം? സ്ലോ. Okay, 1 second, I will tell you. One more time I will tell you. 1 second. മക്കളെ, എന്തോ ഒന്ന് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ B കിട്ടി, അതേപോലെ എന്തോ ഒന്ന് PCl5 ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടിയത്? C കിട്ടിയിട്ടുണ്ട്. B യും C യും കൂടി റിയാക്ട് ചെയ്തപ്പോഴാണ് നമുക്ക് ഡൈഈഥൈൽ ഈഥർ കിട്ടുന്നത്, which means C2H5O C2H5 എന്ന് പറയുന്നത് അല്ലേ? അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈഥർ കിട്ടണമെങ്കിലുള്ള ഇതെന്ന് പറയുന്നത് സോഡിയം ആൽക്കെയിനിലേക്ക്, അതായത് നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ക്ലോറോ അല്ലെങ്കിൽ ഹാലോ ആൽക്കെയിനിലേക്ക് സോഡിയത്തിന്റെ ONA എന്ന് പറയുന്ന കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടെ എന്ത് കിട്ടണം? C2H5Cl ഉം അതേപോലെ C2H5ONA ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇവിടെ ഇത് കിട്ടുള്ളൂ. ഈ രണ്ടെണ്ണം കൂടി ആഡ് ചെയ്താൽ മാത്രമാണ് ഈ സാധനം കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ എന്തെന്നെ ആയിരിക്കണം? C2H5Cl ആയിരിക്കണം, അല്ല Cl OH ആയിരിക്കണം. ക്ലിയർ ആണോ? Cl ആവില്ല, OH ആയിരിക്കണം. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഹെർക്കുലസ് ഇപ്പൊ ക്ലിയർ ആണോ? സോഡിയം ആൽക്കോക്സൈഡും ഹാലോ ആൽക്കെയിൻസും ചെയ്താലല്ലേ നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു ആൽക്കൈൽ. അപ്പൊ ആ ബിയും സിയും കൂടി കേട്ടുമ്പോൾ നമുക്ക് ഡൈഈഥൈൽ ഈഥർ കിട്ടണമെങ്കിൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ അതെങ്ങനെയാണെന്ന് ആലോചിക്കണം. മനസ്സിലായോ?
ഓക്കെ അല്ലേ മക്കളെ? ഷുവർ അല്ലേ? ഇനി നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരട്ടെ മിസ്? ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ മിസ് എടുത്ത് വെച്ചിരുന്നു. ഒരൊറ്റ മിനിറ്റ്. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ 2 ഹോംവർക്ക്, ഫസ്റ്റ് ഓൾറെഡി ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ പോയി. ഇത് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Find the temperature of the given reaction at equilibrium if Kp by Kc is equal to 3. Kp by Kc എന്ന് പറയുന്നത് 3 തന്നിട്ടുണ്ട്. നമ്മുടെ ഡെൽറ്റ ജി ടെമ്പറേച്ചർ ഓക്കെ അല്ല Kp is equal to Kcrt raised to delta Ng എന്ന് പറഞ്ഞിട്ട് വെച്ച് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അതന്നെ OH മാറിയിട്ട് അവിടെ എന്തായിരിക്കും C2H5 ONA വരും. ആ C2H5 ONAയും അതേപോലെ OH മാറിയിട്ട് എന്ത് വരും? PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ Cl വരും. C2H5Cl. ആ C2H5Cl-ഉം C2H5 ONAയും കൂടി റിയാക്ട് ചെയ്തിട്ടാണ് ഡൈഇഥൈൽ ഈഥർ കിട്ടുന്നത്. ഓക്കെ ഹെർക്കുലസ് എന്ത് പേരാണ് ഹെർക്കുലസിന് ശരിക്കുള്ള പേര് പറഞ്ഞ് മക്കളെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ Kp is equal to Kcrt raised to delta Ng ഉണ്ടല്ലോ, ആ ഒരു സംഭവം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. എളുപ്പമായിട്ട് കിട്ടും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഹോംവർക്ക് ആയിട്ട് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പറയാം കേട്ടോ. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? നമ്മള് 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. I feel so happy guys. Yes. ശ്രീനാഥ്. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതുവരെ ഈ ഒരു 100 ക്വസ്റ്റ്യൻ ചെയ്യണ വരെ എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്, അതായത് നമ്മൾ 8 മണിക്ക് തുടങ്ങിയതാണ്, നമ്മളിന്ന് റെക്കോർഡ് വേഗത്തിലാണ് നമ്മൾ തീർത്തിരിക്കുന്നത്. അപ്പോൾ 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഹായ് റോഹൻ, ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് വരുന്നത് തോന്നുന്നു. ഓക്കെ. 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഇഫ് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ഇരുന്ന എല്ലാവർക്കും അടിപൊളി മക്കളെ, നിങ്ങൾ സൂപ്പറാണ്. സൂപ്പറായിട്ട് ഇതേപോലെ പഠിക്കുക. നിങ്ങൾക്കാണ്, യു ആർ ഓൾറെഡി എ ഡോക്ടേഴ്സ്. യു ആർ ഓൾറെഡി ഡോക്ടേഴ്സ് ഫോർ അസ്. ഞാനത് എപ്പോഴും പറയണതാ, യു ഗൈസ് ആർ ഓൾറെഡി എ ഡോക്ടർ ഫോർ അസ്. നിങ്ങൾ വീണ്ടും RE-NEET എന്ന് പറഞ്ഞ് യു ആർ ജസ്റ്റ് അഗൈൻ ടേക്കിംഗ് യുവർ ടെക്സ്റ്റ് ബുക്ക്, യു ആർ ജസ്റ്റ് അഗൈൻ ടേക്കിംഗ് യുവർ റിവിഷൻ നോട്ട് ബുക്സ്, എവറിത്തിങ്, ആൻഡ് യു ആർ സ്റ്റഡിങ് അഗൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ 1 അല്ലേ? ഒന്നെന്ന് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ യു ആർ ഓൾറെഡി എ ഡോക്ടർ ഫോർ അസ്. നിങ്ങൾ, എനിക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും എനിക്ക് ഡോക്ടേഴ്സ് ആണ്, എല്ലാവരും എനിക്ക് ഡോക്ടർമാരാണ്. ഞാൻ വയസ്സായി എനിക്ക് വയ്യാതിരിക്കുന്ന സമയത്ത് എനിക്ക് ഫ്രീ ആയിട്ട് കൺസൾട്ടേഷൻ തരാൻ പോകുന്ന മക്കളാണ്. അല്ലേ മക്കളെ? ഓക്കെ. സോ എന്തായാലും ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും നമുക്ക് നാളെ ഇനി നമുക്ക് ക്ലാസ് കിടക്കുന്നുണ്ട്. ഇനി സാറ്റർഡേ വരുന്നുണ്ട് എന്റെ ക്ലാസ്. നമുക്ക് വീണ്ടും ഒരു 100 ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ. സോ എല്ലാം സെറ്റ് അല്ലേ മക്കളെ? എല്ലാം സെറ്റ് അല്ലേ? ഡബിൾ ബോണ്ട് മോർ പ്രയോറിറ്റി വരുന്നത് നാളെ പറഞ്ഞുതരാം ഹെർക്കുലസ്. അതൊരു എക്സാമ്പിൾ വെച്ചിട്ട് മിസ് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ. പോയിട്ടില്ല ഞാനതാ പറഞ്ഞു. ഓക്കെ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മിസ് അത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ റീഅറേഞ്ച്മെന്റ്സ്, ആ റിംഗ് എക്സ്ചേഞ്ചിന്റെ ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. റിംഗ് എക്സ്പാൻഷനും കോൺട്രാക്ഷന്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. C5 C6 എപ്പോഴാണ്, അതേപോലെ C4 C3 എപ്പോഴാണ്, അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അതും മിസ് പറഞ്ഞുതരാം കേട്ടോ. അതും ഒന്നും കൂടി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. അത് ഞാൻ ഓൾറെഡി ഒരു 2 ക്ലാസ്സിന് മുമ്പ് പറഞ്ഞു തന്നതായിരുന്നു. അത് കുറച്ച് കൺഫ്യൂഷൻ വരുന്നുണ്ട് വീണ്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കത് മിസ് ചെയ്യാനും പറ്റില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെങ്കിൽ വി ക്യാൻ എക്സ്പെക്ട് ദോസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അത് ഞാൻ നാളെ അതും പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ ഫോർ യു ഗൈസ്. സെറ്റ് അല്ലേ മക്കളെ? ഞാൻ എന്തായാലും ഹാപ്പി ആട്ടോ. മിസ് ഹാപ്പിയാണ്. കുറെ പേര് വന്നിരുന്നു, ഒരുപാട് ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. PWന്റെ ആപ്പിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അത്രയും ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് വർക്ക്ഔട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് നീറ്റിന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എന്തായാലും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇനി നിങ്ങൾ തിയറി പഠിക്കാതിരിക്കരുത്. തിയറി പഠിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഗോ ആൻഡ് ഡു ദ PYQs. ഓക്കെ. PYQs ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ മക്കളെ, താങ്ക് യു. ബൈ. ടാറ്റാ. ടേക്ക് കെയർ. ബൈ. Remember my dream girl അനഘ. പഠിക്കടാ പോയിട്ട് ഇരുന്നിട്ട് വേഗം പഠിച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ സാറ്റർഡേ.